നമസ്കാരം, എല്ലാവർക്കും അഞ്ജാസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മുംതാസ് ടീച്ചറിന് സ്പെഷ്യൽ ആയിട്ട് ഉള്ള ഒരു ക്ലാസ് ആണ് അല്ലെ. നാളെ ടീച്ചറിന്റെ ഇന്റർവ്യൂ ആണ്. ടീച്ചറിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് ഇന്ന് അല്ലെ. നമ്മള് മോക്ക് ഇന്റർവ്യൂവിന് എല്ലാവരും ചോദ്യമൊക്കെ ചോദിക്കോ? എല്ലാവരും തയ്യാറാണോ? ഇന്ന് നമുക്ക് ശരിയാക്കി വിടണം. ഓക്കെ. ടീച്ചറെ, അപ്പൊ നമുക്കൊരു ഇന്റർവ്യൂ ലെവലിലോട്ട് അങ്ങ് പോവാം. പറഞ്ഞോളൂ ടീച്ചർ, ഒരു ചെറിയ സെൽഫ് ഇൻട്രൊഡക്ഷനോട് കൂടി തുടങ്ങിക്കോ. Good afternoon all. ആരെങ്കിലും ഉണ്ടോ? ടീച്ചർ ആക്സിഡന്റ് ഉണ്ട്, ഒരു മിനിറ്റ്. ഇറങ്ങിപ്പോക്കോളാൻ പറ. ഓടിക്കാൻ പറ, ഓടിക്കാൻ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എന്റെ പേര് മുംതാസ് KS. ഞാൻ വരുന്നത് പെരുമ്പാവൂരിനടുത്ത് വെങ്ങോലയിൽ നിന്നാണ്. ചിരിച്ച് ഹാപ്പി ആയിട്ട് പറ. വെങ്ങോലയിൽ നിന്നാണ്. ഞാൻ 10ാം ക്ലാസ് പാസ്സായത് 2007 ബത്ലഹേം ഗേൾസ് ഹൈസ്കൂൾ ഞാറല്ലൂരിൽ നിന്നും. 2009 +2 പാസ്സാകുന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സൗത്ത് എഴുപ്പുറം. RMTTI വടവോടിൽ നിന്ന് 2011 TTC പാസ്സായി. പിന്നെ ഈ ടീച്ചർ ആവുക എന്നത് എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. 10ാം ക്ലാസ്സിൽ എൻ്റെ അധ്യാപിക എനിക്ക് തന്ന കൈത്താങ്ങിൽ നിന്നും, കണക്കിൽ ഞാൻ വളരെ മോശമായിരുന്നു. ആ സമയത്ത് ആ അധ്യാപികയുടെ കൈത്താങ്ങിൽ നിന്നും കണക്കിൽ എല്ലാ ബേസുകൾ പഠിക്കുവാനും അതുപോലെ അത് ട്യൂഷൻ എടുത്ത് കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ കഴിഞ്ഞു. അന്ന് മുതലേ ടീച്ചറിന്റെ ആ ഒരു സഹായം എപ്പോഴും മനസ്സിലുണ്ട്. അത് പിന്നെ ഒരു അധ്യാപന ജീവിതത്തിലേക്ക് കടക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. അതുപോലെ മൈലാഞ്ചി ഇടലും ഹാൻഡ് എംബ്രോയിഡറി ചെയ്യലും തയ്ക്കുവാനും ഒക്കെ സമയം കണ്ടെത്താറുണ്ട്. ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഹോബി. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് എന്നൊരു അവരുടെ മനസ്സിൽ നിലനിൽക്കുന്ന ഒരു അധ്യാപികയായിട്ട് തീരാനാണ് എൻ്റെ ലക്ഷ്യം. ഓക്കെ. ഒരുവിധം ടീച്ചറിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ടീച്ചറെ, RMTTI എന്താണ് ഫുൾ ഫോം? രാജശ്രീ മെമ്മോറിയൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ. അപ്പൊ അത് അങ്ങനെ പ്രതീക്ഷിക്കണം കേട്ടോ. BGHS ബത്ലഹേം അല്ലേ? ബത്ലഹേം ഗേൾസ് ഹൈസ്കൂൾ ഞാറല്ലൂർ. ഓക്കെ. മറ്റേ സിസ്റ്റർ പഠിക്കുന്നു എന്നുള്ളത് ടീച്ചർ മാറ്റിയോ? എന്താ ചെയ്യുന്നതെന്ന് ചേർത്തോ? ഡിഗ്രി ഏത് സബ്ജക്ട്? ഡിഗ്രി BA അറബിക്. BA അറബിക്ക് പഠിക്കുന്നു എന്നാക്കി അല്ലേ? ഓക്കെ. ടീച്ചറിന്റെ ഹോബി ഞാൻ ശ്രദ്ധിച്ചു. തയ്യൽ, മൈലാഞ്ചി ഇടൽ, എംബ്രോയിഡറി വർക്കുകൾ, ഹാൻഡ് എംബ്രോയിഡറി എന്ന് സ്പെഷ്യൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ ഒരു രീതിയിലാണ് ടീച്ചർ ഹോബി എഴുതിയത്. അപ്പൊ ടീച്ചറിന്റെ ഹോബി എങ്ങനെയാണ് അധ്യാപനത്തെ, ടീച്ചർ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ ടീച്ചറിന്റെ ഹോബി എങ്ങനെ പ്രയോജനപ്പെടുത്താം? അപ്പൊ അതില് ഞാൻ എംബ്രോയിഡറി വർക്കിനെ കുറിച്ചാണ് കൂടുതലും അറിയാൻ ആഗ്രഹിക്കുന്നത്. ഒരു 32ഓളം എംബ്രോയിഡറി ടൈപ്പ് എംബ്രോയിഡറികൾ ഉണ്ട്. ഹാൻഡ് എംബ്രോയിഡറി തന്നെ. പിന്നെ ഫെദർ വർക്ക്, നോട്ട്, പിന്നെ ബുള്ളിയൻ നോട്ട്, അതുപോലെ സാറ്റിൻ വർക്ക് എന്നിങ്ങനെ ഒരു 32ഓളം വർക്കുകൾ ഉണ്ട്. അതുപോലെ സർദോസി വർക്ക്, ബീഡ് വർക്ക് എന്നൊക്കെ രീതിയിൽ. അത് കുഞ്ഞുങ്ങൾക്ക് നമുക്കിപ്പോ ശാസ്ത്രമേളയിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ നമുക്ക് അവരിലോട്ട് അത് എത്തിക്കാനും പിന്നെ അവർ കഴിവുള്ള കുഞ്ഞുങ്ങളെ കണ്ടെത്തിയിട്ട് അവരെ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. അതുപോലെ കുഞ്ഞുങ്ങളുടെ കൈയും പിന്നെ കണ്ണും തമ്മിലുള്ള നല്ല ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഒക്കെ ഈ ഹാൻഡ് എംബ്രോയിഡറി പോലെയുള്ള വർക്കുകൾ കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ അവർക്ക് നിരീക്ഷണ പാടവം വളരുവാനും പ്രകൃതി പഠനത്തിനും അതുപോലെ പ്രകൃതിപരമായ ബുദ്ധി, ദൃശ്യസ്ഥലപരമായ ബുദ്ധിയൊക്കെ കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കുവാനൊക്കെ ഇതിലൂടെ സാധ്യമാകുന്നു എന്നതാണ് എൻ്റെ കരുതൽ. ടീച്ചറിന്റെ അധ്യാപനത്തെ എങ്ങനെ സഹായിക്കും എന്നാണ് ചോദിച്ചത്. അധ്യാപനം വളരെ രസകരമാക്കുവാനും കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നമ്മൾ പാഠ്യേതര വിഷയങ്ങളിൽ പിന്നെ പ്രചോദനം നൽകുവാനും ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യുന്നതിലൂടെ, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ആ പഠനത്തിൽ പിന്നെ താല്പര്യം ഉണർത്തുവാനും ഒക്കെ ഇത് നമുക്ക് സഹായിക്കുന്നതാണ്. ഓക്കെ. ടീച്ചറെ, കുറച്ച് നെർവസ് ആണ്, അത് മാറ്റണം കേട്ടോ. ഒന്നും പേടിക്കാനില്ല, ഒട്ടും നെർവസ്നെസിന്റെ ആവശ്യമില്ല.
മുന്താസ് ടീച്ചർ എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നല്ല കാലിബർ ഉണ്ട്, നന്നായി പറയാൻ പറ്റും. മുന്നിലിരിക്കുന്നവരെ നമുക്ക് അറിയില്ല. ഇപ്പൊ ഇത് ഞാനാണ്. പക്ഷെ ഇന്റർവ്യൂവിന്റെ ബോർഡിലേക്ക് ചെല്ലുമ്പോഴേ ഈ ടെൻസ്ഡ് ആയ ഫേസുമായിട്ട് പോകരുത്. വളരെ നന്നായി ബ്രീത്ത് ഒക്കെ എടുത്ത് നന്നായിട്ട് കൂളായിട്ട് അവിടെ നമുക്ക് ടൈം കിട്ടും. ആ ടൈമിൽ നന്നായിട്ടൊന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്ത് നന്നായി കൂളാക്കി മനസ്സിൽ ഇങ്ങനെ പറയാം, എനിക്കിത് ഓക്കെ ആയിരിക്കും, ഞാൻ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തോടെ തന്നെ അവിടെ ഇരിക്കണം. എന്നിട്ട് ടെൻസ്ഡ് അല്ലാതെ പോണം. എനിക്ക് ആ ഹാർട്ട് ബീറ്റ് എനിക്ക് ഇവിടെ കേൾക്കത്തക്ക രീതിയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. വലിയ ടെൻഷൻ, അതിന്റെ ആവശ്യമേ ഇല്ല. അപ്പൊ ഇപ്പൊ ഇട്ടിരിക്കുന്ന മഫ്തയുടെ കളർ എനിക്ക് ഇഷ്ടമായി. അപ്പൊ അതുപോലെ ഇച്ചിരി ലൈറ്റ് കളേഴ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് നന്നാവുമെന്ന് തോന്നുന്നു. ചേരുന്ന പോലെ ചെയ്താൽ മതി. ടീച്ചറിന്റെ മുഖത്തിന് ചേരുന്ന തരത്തില് മഫ്തയൊക്കെ സെലക്ട് ചെയ്യണേ. കളറ് ചേരുന്ന പോലെ സെലക്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് നന്നായി പോയാൽ മതി. ഒന്നും ടെൻസ്ഡ് ആവണ്ട കേട്ടോ. അപ്പൊ കുറച്ചും കൂടി നമുക്ക് ഒന്നും കൂടെ അതേ ചോദ്യം തന്നെ ഒന്നും കൂടെ ഞാൻ ചോദിക്കാം. ഒന്നുകൂടെ നമ്മൾ ഇതുവരെ ഉള്ളതെല്ലാം നമ്മളെടുത്ത് കളഞ്ഞു, പറഞ്ഞ ആൻസർ എല്ലാം കളഞ്ഞു. എന്നിട്ട് ഒന്നും കൂടെ ഞാൻ ചോദിക്കാം. ടീച്ചറിന്റെ പിന്നെ എംബ്രോയിഡറി വർക്കുകൾ, അതിൽ ഹാൻഡ് എംബ്രോയിഡറി എന്നാണ് ടീച്ചർ വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഹാൻഡ് എംബ്രോയിഡറി ടീച്ചറുടെ അധ്യാപനത്തിൽ എങ്ങനെയാണ് ടീച്ചറിനെ പ്രയോജനപ്പെടുത്താനാകുക? ടീച്ചറിന്റെ ഈ ഹോബി കുട്ടികളിലേക്ക് എത്തിക്കാൻ ടീച്ചറിന് എന്തൊക്കെ ചെയ്യാനാകും? ഹാൻഡ് എംബ്രോയിഡറി കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ ഈ ഒക്കെയാണ് പറ. അധ്യാപനം വളരെ രസകരമാക്കുവാനും കുട്ടികളിലെ കഴിവിനെ കണ്ടെത്തിയെടുക്കുവാനും ഒക്കെ നമുക്ക് ഇതുപോലെയുള്ള കലാപഠനം മികവ് പുലർത്തുവാനൊക്കെ ഇതേപോലെയുള്ള നമ്മുടെ ഹോബികള് പിന്നെ കുഞ്ഞുങ്ങളിലോട്ട് എത്തിക്കാവുന്നതാണ്. അപ്പൊ പലതരത്തിലുള്ള കഴിവുകളുള്ള കുട്ടികൾ ഉണ്ടാകും. എല്ലാവർക്കും ഇതിനോട് താല്പര്യം ഉണ്ടാവുകയില്ല എങ്കിൽ കൂടിയും പഠനത്തിൽ നിന്നും വേറിട്ടൊരു പ്രവർത്തനം എന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് വളരെ പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന തരത്തിൽ നമുക്ക് ഇതിനെ എത്തിക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് ഒരു താല്പര്യം ജനിപ്പിക്കാനായിട്ട് ഇത്തരം ഇത് ക്ലാസ്സിൽ കൊടുക്കാവുന്നതാണ്. അതുപോലെ 32ഓളം പിന്നെ ഹാൻഡ് എംബ്രോയിഡറിയുടെ ടൈപ്പുകളാണ് ഉള്ളത്. അതിൽ അനുയോജ്യമായ രീതിയിൽ നല്ല ടഫായതുണ്ട്, പിന്നെ ബീഡ് വർക്കൊക്കെ ചെയ്യാവുന്നതൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളായിട്ട് എളുപ്പത്തിന് ചെയ്യാം. ബീഡ് വർക്കൊക്കെ വേഗം മുത്തുകൾ കോർത്തിട്ട് സൂചിയിലായിട്ട് കോർത്തിട്ട് എളുപ്പത്തിന് ചെയ്യാം. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തിലൊക്കെ ഒന്നൊരു സഹായം ചെയ്ത് കൊടുത്താൽ അതുങ്ങൾ വേഗം കുഞ്ഞുങ്ങൾ ചെയ്തോളും. അവർക്ക് പഠനത്തിൽ ഒരു താല്പര്യം വർദ്ധിപ്പിക്കാനും അവരുടെ ബുദ്ധിപരമായ കഴിവുകൾ വികസിപ്പിക്കാനും, ഇപ്പൊ പ്രകൃതി പഠനത്തിനാണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഒരു പൂവാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അത് നിരീക്ഷണ പാഠവും കുഞ്ഞുങ്ങൾ വളരാൻ സഹായിക്കുന്നു. പ്രകൃതിയിലേക്ക് താമര എന്ന് പറയുമ്പോൾ താമരപ്പൂവ് എങ്ങനെയാണ് അത് കുഞ്ഞ് മനസ്സിലാക്കുകയും അതിനനുസൃതമായ രീതിയിലായിട്ട് ആ കഴിവ് വളരാനായിട്ട് ഇതിലൂടെ സാധിക്കും. അതുപോലെ സ്പേഷ്യൽ ഇന്റലിജൻസ്, വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. താല്പര്യം ഉണർത്തുക എന്ന് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ പടി എന്ന് പറയുന്നത്. ഇപ്പൊ കുറച്ചും കൂടി നന്നായിട്ട് പറഞ്ഞു, കേൾക്കാമോ? കേട്ടോ, ഇപ്പൊ കുറച്ചും കൂടി നന്നായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് അത് എങ്ങനെ പറയാമെന്ന് നോക്കാം. അപ്പൊ എന്റെ ഹോബി പിന്നെ തീർച്ചയായിട്ടും എന്റെ അധ്യാപനത്തെ സഹായിക്കും. അപ്പൊ ടീച്ചറിനോട് ഇപ്പൊ ചോദിക്കുകയാണ്, ടീച്ചറിന്റെ ഹോബി ടീച്ചറിന്റെ അധ്യാപനത്തെ സഹായിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കഴിയും എന്നുള്ള രീതിയിൽ നമ്മൾ അതിന് തുടർച്ച എന്നോണം മറുപടി പറഞ്ഞ് തുടങ്ങണം. അപ്പം കിട്ടുന്ന ചോദ്യത്തിന് ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന നിലയിൽ നമ്മൾ തുടങ്ങണം. അപ്പൊ എന്റെ ഹോബിയെ എനിക്ക് തീർച്ചയായിട്ടും എന്റെ അധ്യാപനത്തിൽ പ്രയോജനപ്പെടുത്താനാകും. ഒന്ന്, നമ്മൾ പഠിച്ചിട്ടുണ്ട് കുട്ടികളെ ബഹുമുഖ ബുദ്ധിയെ കുറിച്ച് അറിയാം. ഹവാർഡ് ഗാർണറുടെ ബഹുമുഖ ബുദ്ധിയെ കുറിച്ച് അറിയാം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ദൃശ്യസ്ഥലപരമായ ബുദ്ധി. അതുപോലെ തന്നെ പിന്നെ നമ്മള് വേറെന്തോ ഒന്നുണ്ടല്ലോ, കായികപരമായിട്ടുള്ള അതിനെന്താ പറയാ, സെൻസറി രീതിയിൽ വരുന്നേ, അതായത് ശാരീരിക ചലനപരമായ ബുദ്ധി. ഇവ രണ്ടും നമുക്ക് ഇവിടെ പ്രയോജനപ്പെടുത്താനാവുന്നുണ്ട് അല്ലെ. ഇപ്പൊ ദൃശ്യസ്ഥലപരമായ ബുദ്ധി നമ്മൾ എവിടെയാ നൂല് കോർക്കണം, എവിടെ എങ്ങനെ പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമുക്കത് എംബ്രോയിഡറി ചെയ്തെടുക്കണമല്ലോ. അപ്പൊ ദൃശ്യസ്ഥലപരമായ ബുദ്ധിയെ എവിടെ പ്രയോജനപ്പെടുത്താം. അതുപോലെ ശാരീരിക ചാലകപരമായ ബുദ്ധി എന്ന് പറയുമ്പോൾ നമ്മളുടെ ടീച്ചർ പകുതിയിൽ നിർത്തി, അതായത് കണ്ണും കൈയും എന്ന് പറഞ്ഞു, പക്ഷെ അത് എന്താണ് എന്നുള്ളതിലേക്ക് വന്നില്ല. അപ്പം എന്താണ് ഐസ് ഹാൻഡ് കോർഡിനേഷൻ, അതല്ലേ ടീച്ചർ ഉദ്ദേശിച്ചത് അല്ലേ?
കണ്ണും കൈയും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഐസ് ഹാൻഡ് കോർഡിനേഷൻ കുട്ടികളിലേക്ക് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു രീതി, എന്റെ ഈ ഒരു ഹോബി സഹായിക്കും. പ്രത്യേകിച്ച് ശ്രദ്ധക്കുറവുള്ള കുട്ടികൾക്ക് നമ്മൾ ഈ എംബ്രോയിഡറി വർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് അവരിലെ ശ്രദ്ധയെ കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? എനിക്ക് സ്റ്റക്കായി. കേൾക്കാമോ നിങ്ങക്ക്? ഓക്കെ ആണോ? ഓക്കെ ആണ്. സ്റ്റക്ക് ആയായിരുന്നോ? ഓക്കെ. അപ്പോ കുട്ടികളെ, പ്രത്യേകിച്ച് ശ്രദ്ധ കുറവുള്ള കുട്ടികളിൽ നമ്മൾ ഈ ഒരു രീതി പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികളുടെ ശ്രദ്ധ നിലനിർത്താനായിട്ട് അതൊരു പരിശീലനം എന്നോണം നമുക്ക് ഹാൻഡ് എംബ്രോയിഡറിയെ സമീപിക്കാവുന്നതാണ്, അത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് എന്ത് പറയാം, ഇത്രയൊക്കെ കാര്യങ്ങൾ മതി അല്ലെ? അതുപോലെ തന്നെ ടീച്ചർ പറഞ്ഞതുപോലെ നമുക്കിത് പറയാം, എന്താണ് പ്രകൃതി നിരീക്ഷണം. ഇപ്പൊ നമ്മൾ ഒരു പൂവ് വരയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പൂവ് തയ്ച്ചെടുക്കണമെങ്കിൽ, എംബ്രോയിഡറിയിലൂടെ തയ്ച്ചെടുക്കണമെങ്കിൽ അത് കൃത്യമായ നിരീക്ഷണം വേണം. അപ്പൊ കുട്ടികളിലെ നിരീക്ഷണ പാഠവും വർദ്ധിപ്പിക്കാനാകും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ എംബ്രോയിഡറിക്കുണ്ട്. അപ്പം ഇത്രയും, ആ ഒരു ചോദ്യത്തിന് ഇത്രയും മതി. എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാം എന്നുള്ളത് വരുമ്പോ ടീച്ചറിന് പറയാം. 32ഓളം അല്ലെ? 32ഓളം എംബ്രോയിഡറി രീതിയുണ്ട്. അതിൽ എല്ലാം ഒന്നും നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കാനാകില്ല. പ്രത്യേകിച്ച് നമുക്കൊരു 3ാം ക്ലാസ് തൊട്ടല്ലേ ഇത് കുറച്ചുകൂടി ആപ്റ്റ്. അപ്പം 3-4 ക്ലാസ്സുകളിലായിരിക്കും കുറച്ചുകൂടി അനുയോജ്യം. ആ ക്ലാസ്സിലെ കുട്ടികളുടെ നിലവാരം അനുസരിച്ച് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള, അത് ഏതൊക്കെയാണ് സിമ്പിൾ എന്നുള്ളതിനെ കുറിച്ച് ടീച്ചറിന് ധാരണ കാണണം. ഇന്ന രീതിയിലുള്ള എംബ്രോയിഡറി വർക്കുകൾ ഏതാണെന്ന് വെച്ചാൽ ടീച്ചറിന് പറയാം. അതിന് ഇവിടെ അവർക്ക് പരിചയപ്പെടുത്തി തുടങ്ങാം. അപ്പൊ ആ ഒരു രീതിയിലേക്ക് പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോ ഭിന്ന നിലവാരക്കാരായ കുട്ടികളെയും നമുക്ക് പരിഗണിക്കാനാകും. പിന്നെ എന്റെ ഈ ഒരു കഴിവ് എനിക്ക് ടാലന്റ് ലാബിലേക്ക് കൊണ്ടുവരാനാകും. അപ്പൊ കുട്ടികളുടെ ടാലൻസിനെ പരിപോഷിപ്പിക്കാനല്ലേ ടാലന്റ് ലാബ്. അപ്പൊ എന്റെ സ്കൂളില് എംബ്രോയിഡറി വർക്കിന് താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു ടാലന്റ് ലാബ് സംഘടിപ്പിക്കാനോ അതിന് നേതൃത്വം കൊടുക്കാനോ എനിക്ക് കഴിയും. അത് കൃത്യമായി അതൊന്ന് ഓർത്തു വെച്ച് നോട്ട് ചെയ്ത് വെച്ചാണെങ്കിൽ ഉള്ളിൽ എടുക്കണം. ടാലന്റ് ലാബ് എന്ന് നമുക്ക് പറയാൻ പറ്റണം കേട്ടോ. ടെൻഷനൊന്നും ആവണ്ട, ഓർക്കാൻ കഴിയും കേട്ടോ. വേറെ ആർക്കെങ്കിലും ടീച്ചറിന്റെ ഹോബിയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കണമെങ്കിൽ വേഗം ചോദിക്കാമേ. അഞ്ജലി ടീച്ചറൊക്കെ ഉണ്ട്, ആര്യ ടീച്ചറുണ്ട്, ശ്രീ ടീച്ചറുണ്ട്. എല്ലാവരും ചോദിച്ചോ? ആരെങ്കിലും ഒരു ചോദ്യം. തയ്യല്, മൈലാഞ്ചിയിടൽ, എംബ്രോയിഡറി. ഞാൻ എംബ്രോയിഡറിയുമായി ബന്ധപ്പെട്ടത് ചോദിച്ചു. ആർക്കും ഒന്നും ചോദിക്കില്ലയോ? ഫുഡ് കഴിച്ച് ഉറങ്ങിയിരിക്കുവോ എല്ലാരും? ടീച്ചർ, ഈ മൈലാഞ്ചി ഇടല് നമുക്ക് സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുമോ? മൈലാഞ്ചി ഇടലും ഇതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളിലായിട്ടാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് എനിക്ക് തോന്നുന്നു. എങ്ങനെ? അതും കുഞ്ഞുങ്ങളിൽ ഈ പറഞ്ഞ ഇതുപോലെ തന്നെ നമുക്ക് അവരുടെ പിന്നെ ഏകാഗ്രത വർദ്ധിപ്പിക്കുവാനും ദൃശ്യസ്ഥലപരമായ ബുദ്ധിയൊക്കെ വികസിപ്പിക്കുവാനും കൂടിയൊക്കെയുള്ള ഒരു രീതി തന്നെയാണ് മൈലാഞ്ചി ഇടലും. ഓക്കെ. അപ്പൊ ഇതൊക്കെ കുട്ടികളുടെ ഇതൊക്കെ പഠിക്കുന്നതിലൂടെ കുട്ടികൾ പഠനത്തെ ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഭാവിയിലേക്ക് അവർക്ക് എന്താണ് ഒരു വരുമാന മാർഗം കൂടിയാണ് അല്ലെ? അപ്പൊ അത് നമുക്ക് പറയും. മൈലാഞ്ചി ഇടൽ എങ്ങനെ സഹായിക്കുന്നു എന്ന് വെച്ചാൽ നമ്മളിപ്പം എന്താണ് റംസാൻ മാസത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ പെരുന്നാളിനൊക്കെ നമ്മളിപ്പോ മൈലാഞ്ചി ഇടൽ ഒരു ഇതായിട്ട് നടത്താറില്ലേ ആഘോഷങ്ങള്? കല്യാണത്തിനും ഒക്കെ നമ്മൾ മൈലാഞ്ചി ഇട്ട് കൊടുക്കണേയാണ്. അപ്പൊ അത് സ്കൂളുകളിലേക്ക് നമുക്ക് ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാം അല്ലെ? ഇപ്പൊ ഞാൻ പല സ്കൂളുകളുടെയും പോസ്റ്ററുകൾ കണ്ടിട്ടുണ്ട് മൈലാഞ്ചി ഇടൽ ആയിട്ട് ബന്ധപ്പെട്ട്. അവരത് സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത് ടീച്ചർ ഒന്ന് ആലോചിച്ച് വെച്ചിട്ട് അതിനെ ഒന്ന് ശരിയാക്കി എടുക്കുക. പിന്നെ തയ്യല്, ഇത്രയൊക്കെ മതി. തയ്യലിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്, എംബ്രോയിഡറിയുടെ കാര്യം പറഞ്ഞ പോലെയാണ് തയ്യലും. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെയാണ് വേണ്ടത്. ഒപ്പനപ്പാട്ടൊക്കെ നോക്കി വെച്ചാ? കുറച്ച് നോക്കി വെച്ച.
ഒപ്പനയിൽ എത്ര പേരാ ടീച്ചറെ പങ്കെടുക്കുന്നേ? ഒപ്പനയില് 6 പേര്, 8 പേര്, ആ അങ്ങനെയാണ്. ചിലപ്പോ 6 പേരുണ്ടാവലുണ്ട്, ചിലപ്പോ 8 പേർക്ക് ചേർക്കലുണ്ട്. ഓക്കെ. ആള് കൂടുതലുണ്ടെങ്കിൽ 8 പേര് ഉൾപ്പെടുത്താം. അപ്പൊ മണവാട്ടി എവിടെ പോയി? മണവാട്ടിയുണ്ട്. അത് പറയണം. മണവാട്ടി 6 പേരും മണവാട്ടി, അല്ലെങ്കിൽ 8 പേരും മണവാട്ടിയും, പിന്നെ പാട്ട് പാടാൻ പാട്ട് പാടാനുള്ള 3 പേരോ 2 പേരോ ഉണ്ടാവും. ഓക്കെ. അപ്പൊ എണ്ണം മത്സര എത്ര പേര് വേണമെന്നുള്ള ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. നമ്മള് യൂത്ത് ഫെസ്റ്റിവലിന് ഒരു കൃത്യ എണ്ണം കാണും. അറിയുന്നവരുണ്ടോ? ആരുമില്ല. ഇന്ന് എന്റെ പിള്ളേരെല്ലാം എവിടെ പോയി? ഓണാക്കി വെച്ചിട്ട്. 8 പേര് കളിക്കാനും ഒരു മണവാട്ടിയും 3 പേര് പാടാനും. അതിലൊരാള് മെയിൻ പാടും, ബാക്കി 2 പേര് അയാൾ കോറസ് പാടും. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിൽ അവതരിപ്പിച്ചൊരു ഓർമ്മയുണ്ട്. കറക്റ്റ് ഡീറ്റെയിൽ ആണ്. സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലിലാണോ ടീച്ചറെ? ഞങ്ങൾ ജില്ല വരെ പോയിണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പോഴും. മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. ടീച്ചറെ, സാമൂഹിക പ്രവർത്തനങ്ങളിൽ ടീച്ചറെ വായനശാല നവീകരിക്കുന്നതിൽ പങ്കാളിയായിട്ടുണ്ടെന്ന് എഴുതിയിരിക്കുന്ന കണ്ടു. എന്താണ്, എങ്ങനെയാണത്? നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ യൂണിവേഴ്സൽ എന്ന് പറയുന്ന ഒരു വായനശാലയുണ്ട്. അതിപ്പം ന്യൂ യൂണിവേഴ്സൽ എന്ന രീതിയിലിട്ട് പുതുക്കി പണയാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് പരിസര ശുചീകരണത്തിൽ ഏർപ്പെടുകയും ബുക്കുകൾ വായനശാലയിലേക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഒന്ന് വിപുലമാക്കി പറയണേ. അതായത് വായനശാലയിലേക്ക് പുസ്തക സമാഹരണം നടത്തുന്നുണ്ട്. അതിന്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ സജീവമായി പങ്കാളികളാണ് എന്നുള്ള നിലയിലേക്ക് പറയാം. അപ്പൊ ഈ വായനശാല നവീകരണത്തിലേക്ക് ടീച്ചറിനെ എത്തിക്കാനുണ്ടായ ഒരു റീസൺ ഉണ്ടാവുമല്ലോ, ഒരു കാരണം ഉണ്ടാകും. എന്തായിരിക്കും അത്? എന്താണത്? ഈ പ്രവർത്തനത്തിലൂടെ ടീച്ചർ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇത്ര ആലോചിക്കണോ? സാമൂഹ്യ സേവനം ഇല്ലയോ? ഇടക്കിടക്ക് വായിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പം വായനശാല എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു മികവിനും കൂടി ഉള്ളതാണ്. അതുപോലെ തന്നെ വായനശാലയുടെ ഭാഗമായിട്ട് വയ്യാത്ത രോഗികൾക്ക് പിന്നെ ഇതൊക്കെ പൈസയായിട്ടും മരുന്നൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊരു സാമൂഹിക പ്രവർത്തനം എന്ന നിലയിൽ, ഒരു അധ്യാപിക ആകാൻ ഉള്ള താല്പര്യം എന്ന നിലയിലൊക്കെ വായനശാലയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. ഓക്കെ. കുറച്ചും കൂടി പോയിന്റ് വരണം. വായനശാല നവീകരിക്കുന്നതില് പങ്കാളിയാകാൻ ടീച്ചറെ എന്താണ് മോട്ടിവേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാം, ഒരു പ്രദേശത്തിന്റെ മുഖമാണ് വായനശാല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപാട് പേര് വരുന്ന ഇടമാണ്. ആ വായനശാലകൾ നവീകരിക്കപ്പെട്ടാൽ, അവിടേക്ക് പൊതുജനങ്ങൾ ധാരാളമായി വരികയും ചെയ്താൽ അത് അറിവിന്റെ കേന്ദ്രമാണ് വായനശാല, അല്ലെ? അപ്പൊ അത് സമൂഹത്തിന്റെ തന്നെ പുരോഗതിക്ക് കാരണമാവും അവിടെ. അപ്പം അത് നല്ല ഒരു കൂട്ടായ്മ രൂപീകരിക്കാനും പുസ്തകങ്ങൾ ധാരാളം കൈമാറ്റം ചെയ്യാനും അത് അറിവിന്റെ ഒരു കേന്ദ്രമായി മാറുകയും ഒക്കെ ചെയ്യും. അപ്പോൾ കൃത്യമായ നവീകരണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്താൽ പുസ്തകത്തിനോട് സ്നേഹമുള്ളവർക്ക് അത് പുസ്തകം വായിക്കുവാനും അവരുടെ വായനാശീലം വർദ്ധിപ്പിക്കാനും ഒക്കെ അത് സഹായിക്കുമല്ലോ എന്ന ചിന്തയാണ് എന്നെയും അതിന്റെ ഒരു ഭാഗമാക്കിയത്. അപ്പോൾ മാത്രമല്ല, നമ്മുടെ പ്രദേശത്തെ കുട്ടികൾക്കൊക്കെ ഈ മൊബൈൽ ഫോണിൽ നിന്നും സ്ക്രീനുകളിൽ നിന്നും ഒക്കെ ഒരു മുക്തിയും കൂടി ആവുമല്ലോ. അത് കുട്ടികൾക്ക് കൂടി ഇണങ്ങുന്ന തരത്തിലേക്ക് ആ വായനശാലയെ വിപുലീകരിച്ചാല് എന്നുള്ള രീതിയിലേക്ക് പറയാം. ടീച്ചറിന്റെ മക്കളുണ്ടല്ലേ, അവരും വളർന്നു വരുമ്പോൾ അവർക്കും കൂടി അത് ഉപയോഗപ്പെടുത്തത്തക്ക രീതിയിലും വായനയുടെ ലോകത്തേക്ക് അവരെയും കൂടി കൊണ്ടുപോകാനും അവർക്കൊരു പ്രചോദനമാകാനും ഒക്കെയാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ പറയാം കേട്ടോ. അപ്പൊ വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട് ടീച്ചർ, ചെറുതായിട്ട്. ചെറുതായിട്ട്. അപ്പം വായനാശീലം ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത് വായിച്ച ഏതെങ്കിലും ഒരു പുസ്തകം ഓർമ്മയുണ്ടോ? MR രേണുകുമാറിന്റെ പിന്നെ 4ാം ക്ലാസ്സിലെ വരാൽ, ചെറിയൊരു കഥാപുസ്തകം. അതെ. അപ്പൊ അതൊന്നും ടെൻഷൻ ആവണ്ട. അറിയുന്ന കഥകൾ 1-2. അപ്പൊ കുട്ടിക്കഥകളായാലും മതി. കുട്ടിക്കഥയുടെ സമാഹാരം പറഞ്ഞാലും ടീച്ചറിന് പറയാൻ വ്യക്തമായ റീസൺ ഉണ്ട്. 2 കുഞ്ഞുങ്ങള് ചെറിയ കുഞ്ഞുങ്ങളാ, അല്ലേ? അപ്പൊ എത്ര വയസ്സായി അവർക്ക്? 3.5 വയസ്സായി. അപ്പൊ നമ്മൾ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന സമയമാണ്.
ഇപ്പൊ കൂടുതലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കഥകളാണ് നോക്കുന്നത് എന്നൊക്കെ പറയാനും, ഒരു കഥയൊന്ന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാനും, ഒരു കുട്ടിക്ക് കവിത വേണമെങ്കിൽ ചൊല്ലാനും ഒക്കെ തയ്യാറായിട്ട് പോകണം. അതെല്ലാം ചോദിക്കണമെന്നില്ല. ഞാൻ ഈ ബയോഡേറ്റ അരച്ചു കലക്കി ചോദിക്കുകയാണ്. ബാക്കി ചോദ്യങ്ങളൊക്കെ ടീച്ചറിന് അറിയാം. നമ്മൾ ഒരുവിധം എല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് ബയോഡേറ്റ മാത്രമേ ഞാൻ അനലൈസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മറ്റാർക്കെങ്കിലും ചോദ്യം ഉണ്ടോ? വായനശാല നവീകരണത്തിൽ പങ്കാളിയായിട്ടുണ്ട് എന്നാണ് സാമൂഹിക പ്രവർത്തനത്തിൽ ടീച്ചർ എഴുതിയത് കേട്ടോ. ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നെല്ലാം ഉറക്കമാണ്. ടീച്ചർ, ആ വായനശാലയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയെങ്കിലും ഒന്ന് പറയൂ. ലൈബ്രറിയൻ, അവിടുത്തെ പുസ്തകങ്ങള്, അവിടെ വായിക്കുന്ന കൂടുതൽ വായിച്ചു പോകുന്ന പുസ്തകം ഏത് വിഭാഗത്തിൽ പെട്ടതാണ്, അങ്ങനെയൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ. ഇത് ഈ വായനശാല പഴയതായിരുന്നു. ഇപ്പൊ പുതുക്കണേന്റെ ഭാഗമായിട്ട് ആണ് പിന്നെ അധികം പുസ്തകങ്ങൾ എത്തുന്നേ ഉള്ളൂ. അപ്പൊ ഇതൊരു ക്ലബിന്റെ ഭാഗമായിട്ട് ഒരു വായനശാലയും കൂടി ഉൾപ്പെടുത്തണം എന്ന രീതിയിലാണ് ഇപ്പം ഇത് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ 500ഓളം പുസ്തകങ്ങളാണ് ഇപ്പൊ നിലവിൽ ഇവിടെ ഉള്ളത്. കൂടുതലായിട്ട് ചെറുകഥകളാണ് പോകുന്നത്. ഒത്തിരി കുഞ്ഞുങ്ങള് പരിസരത്ത് ഒത്തിരി കുട്ടികള് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് അനുയോജ്യമായ ചെറുകഥകളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ എത്തിയിരിക്കുന്നത്. ഒരു 500ഓളം പുസ്തകത്തിന്റെ അടുക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ പ്രസിഡന്റ് ഇവിടെ അടുത്തുള്ള ആളാണ്. പേരൊക്കെ പറയണം ടീച്ചർ? അങ്ങനെ പേര് പറഞ്ഞു അവർക്ക് അറിയത്തില്ലേലും ഒരു വസ്തുനിഷ്ഠമായിട്ട് കാര്യം പറയുന്ന ഒരു രീതി വരും. പ്രസിഡന്റ് കെബീർ എന്ന് പറയുന്ന ഒരു ഇക്കായാണ്. അപ്പൊ അത് നവീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ടൈല് കൊണ്ടുവന്നൊക്കെ റെഡിയാക്കി, ആ ഭാഗങ്ങളൊക്കെ ശരിയാക്കി, നമ്മള് പരിസരം ഒക്കെ ശുചിയാക്കി അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ കൂടെ തന്നെയാണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്, വായനശാലയും ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ പുസ്തകങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാം കൊണ്ടുവന്ന് അവിടെ സെറ്റ് ആക്കണം നമുക്ക്. ഓക്കെ, അത്രയൊക്കെ മതി ടീച്ചറെ. ആ ഒരു ഏരിയയിൽ അത്രയൊക്കെ മതി. ടീച്ചറിന്റെ മോട്ടിവേഷൻ, സിവിൽ സർവന്റ് ആകാനുള്ള മോട്ടിവേഷൻ ഒന്ന് കൃത്യമായി പറയാമോ? 10ാം ക്ലാസ് വരെ കണക്കിന് തോറ്റുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും കുറവ് മാർക്ക്. അപ്പം ജയിക്കൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 10ാം ക്ലാസ്സിലത്തെ ആ ഒരു പിന്നെ എക്സാം കഴിഞ്ഞപ്പോഴാണ് PTA മീറ്റിംഗിന്റെ സമയത്ത് വാപ്പിച്ച് വരികയും, അപ്പൊ വാപ്പിച്ചിനോട് ഈ കണക്ക് ടീച്ചറുമായിട്ട് സംസാരിക്കുകയും ചെയ്ത സമയത്ത് ടീച്ചർ ചോദിച്ചു, ഇനി അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ജയിച്ചോളാം എന്ന്. ഇല്ല, പോരാ, ജയിച്ചാ പോരാ, പിന്നെ എത്ര മാർക്ക് വാങ്ങിക്കാൻ പറ്റും എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പൊ പിന്നെ എനിക്കതൊരു വെല്ലുവിളിയായി. എത്ര മാർക്ക് വാങ്ങിക്കാൻ പറ്റും എന്ന് കൃത്യമായിട്ട് എനിക്കൊരു മാർക്ക് പറയേണ്ടി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പകുതിയിൽ കൂടുതൽ മാർക്ക് ഞാൻ എന്തായാലും മേടിച്ചോളാം എന്നൊരു ഇതിൽ പറയുകയും, പിന്നീട് പിന്നെ ആ ഒരു ടീച്ചർ ഒന്ന് പരിഗണിച്ചു എന്നൊരു ഇത് മനസ്സിൽ വന്നു. അതിന് ശേഷം നല്ലപോലെ വീട്ടിലിരുന്നിട്ട് കണക്കില് കൂടുതൽ സമയം കണ്ടെത്തി പഠിക്കുകയും കണക്കിലെ ബേസുകളൊക്കെ മനസ്സിലാക്കി എടുക്കുകയും ചെയ്തു. അതിനുശേഷം 10ാം ക്ലാസ്സിൽ ഇപ്പോഴും ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ 10ാം ക്ലാസ് മുതലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ട്യൂഷൻ എടുത്തപ്പോ അത് കൃത്യമായിട്ട് എനിക്ക് കിട്ടിയത് എന്താണോ, എനിക്ക് കിട്ടാതിരുന്നത് എന്താണെന്നും എനിക്ക് അറിയാമായിരുന്നു. എനിക്ക് കിട്ടിയത് എന്താണെന്നും പിന്നീട് മനസ്സിലായി. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ ബേസ് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നു എന്നത് വളരെ വലിയൊരു കാര്യമാണ്. അത് പിന്നെ എൻ്റെ മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങൾക്കും അത്തരത്തിലൊരു പരിഗണന കൊടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ ടീച്ചറെ, അങ്ങനെയാണെങ്കിൽ ടീച്ചർ പറഞ്ഞു ടീച്ചറിന് ഏറ്റവും പ്രയാസമുള്ള സബ്ജക്റ്റ് ആയിരുന്നു ഗണിതം. ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പോഴങ്ങനെയല്ല, ഇപ്പോൾ ഇഷ്ടമായി. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് ഗണിതത്തിനോട് താല്പര്യം വളർത്താനായിട്ട് എന്തൊക്കെ ചെയ്യാനാകും? ഗണിതത്തോട് താല്പര്യം വളർത്താനായിട്ട് ഗണിത കിറ്റുകൾ നമുക്ക് ക്ലാസ് റൂമുകളിൽ കൊണ്ടുവരാം. അതിൽ അബാക്കസ് പോലെയുള്ള കാര്യങ്ങളുണ്ട്. അബാക്കസ്, പിന്നെ മുത്തുമണികൾ ഉപയോഗിച്ചിട്ടൊക്കെ അവരെ കാണാപ്പാഠം അങ്ങനെ പറയിക്കുന്നതിലും കൂടുതൽ ആ കുഞ്ഞുങ്ങൾക്ക് മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരം കൊടുക്കാം. പിന്നെ പുറകേലുള്ള കുഞ്ഞുങ്ങള് ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകമായിട്ട് പരിഗണിച്ച് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികൾ കേട്ടോ, പുറകിലുള്ള എന്നല്ല, പഠന പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു കൈത്താങ്ങ നിലയിൽ ഇത്തരം പിന്നെ ഇത് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് ജിയോജിബ്ര ഉപയോഗിച്ചിട്ട് പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങളിലോട്ട് എത്തിക്കാവുന്നതാണ്. ICT സാധ്യതകളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് പഠനം. ഇപ്പൊ LP തലത്തിലാണെങ്കിൽ GCompressൽ കുറച്ച് ഗണിത, അതായത് സംഖ്യ ഉറപ്പിക്കാനൊക്കെ ഉള്ളതുണ്ട് കേട്ടോ.
Gcompressലും കുറച്ച് ഗെയിമുകളുണ്ട്. അപ്പൊ നമുക്ക് ഗണിത താല്പര്യം വർദ്ധിപ്പിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്ന് ചോദിച്ചാല്, ഒന്ന് ലളിതമായി ഗണിതം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ ആസ്വാദികരമായി ഗണിതം പഠിപ്പിക്കുക, ഇതിനായിരിക്കും ഞാൻ പ്രാധാന്യം കൊടുക്കുക. അപ്പം ലളിതമായി ഗണിതം പഠിപ്പിക്കണമെങ്കിൽ കുട്ടികൾ ആശയം അറിഞ്ഞു പഠിക്കണം. ആശയം അറിഞ്ഞ് കുട്ടികൾ പഠിക്കണമെങ്കിൽ ആദ്യം ഞാൻ മൂർത്ത വസ്തുവിൽ നിന്ന് മൂർത്തത്തിൽ നിന്ന് അമൂർത്തത്തിലേക്ക് പോകണം. അപ്പൊ ആദ്യം ഞാൻ മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ച് കുട്ടികളിൽ ഗണിതത്തിന്റെ അടിസ്ഥാനം ഉറപ്പിക്കുകയും പിന്നീട് അമൂർത്തമായ കാര്യങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കുകയുമായിരിക്കും ചെയ്യുക. അപ്പൊ എന്നിട്ട് ടീച്ചറിന് അത് ഉദാഹരണ സഹിതം പറയാനാകണം. ഇപ്പൊ ഗണിതത്തില് കുട്ടികളെ കൂട്ടാൻ പഠിപ്പിക്കണമെങ്കിൽ അല്ലെ, അപ്പം എന്താണ് സങ്കലനം പഠിപ്പിക്കണമെങ്കിൽ, കൂട്ടാൻ എന്നല്ല സങ്കലനം പഠിപ്പിക്കണമെങ്കിൽ ആദ്യം ഞാൻ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ കൊടുത്ത് അവയെ എണ്ണാനായിരിക്കും പറയുക. അത് ചിലപ്പോ മുത്തുമണികളാവാം, മഞ്ചാടിയാകാം, ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ്സോ എന്തുമാകാം. അവർക്ക് താല്പര്യമുള്ള വസ്തുക്കൾ എണ്ണിയെടുക്കാൻ അവസരം കൊടുക്കുന്നു. പിന്നെ ആ എണ്ണത്തെ കൂട്ടങ്ങളാക്കാൻ, 2ന്റെ കൂട്ടങ്ങളാക്കാനും 3ന്റെ കൂട്ടങ്ങളാക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ കൊടുത്ത് അതേക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാക്കുന്നു. അപ്പൊ സംഖ്യയും പഠിച്ചു, സംഖ്യയുടെ വ്യാഖ്യാനവും കുട്ടി പഠിച്ചു. അതിനുശേഷം ഇതിന്റെ ഈ കൂട്ടങ്ങളെ ചേർക്കുമ്പോൾ 3ന്റെ ഒരു കൂട്ടവും 2ന്റെ കൂട്ടവും കൂടി ചേർക്കുമ്പോൾ എത്ര എന്ന് എണ്ണിയെടുക്കാനായിട്ട് പഠിപ്പിക്കുന്നു. അപ്പൊ 3 2 5 ആണെന്നുള്ള ആശയം കുട്ടിയിലേക്ക് എത്തുന്നു. അതിനുശേഷമായിരിക്കും ഞാൻ ചിഹ്നങ്ങൾ കുട്ടികളെ ഉറപ്പിക്കുക. ചിഹ്നങ്ങൾ ഇപ്പൊ കൂട്ടാനുള്ള ചിഹ്നം, സങ്കലനത്തിനുള്ള ചിഹ്നമാണ് അധിക ചിഹ്നം എന്നത് പിന്നീട് കുട്ടികളിലേക്ക് ഉറപ്പിക്കുന്നു. പിന്നെ ഈ വസ്തുക്കൾ ഒന്നുമില്ലാതെ തന്നെ കുട്ടികൾക്ക് മനക്കണക്കായി ചെയ്യത്തക്ക രീതിയിലുള്ള പരിശീലനം കൊടുക്കുന്നു. അപ്പം ആ ഒരു രീതിയിലേക്ക് പറയാൻ പറ്റും. അങ്ങനെയായിരിക്കും ഞാൻ പോവുക. ക്ലാസ് റൂമില് ഗണിത ക്ലാസ് റൂമില് കളി ആയിരിക്കും കൂടുതലായി ഉപയോഗിക്കുക. ഈ ഒരു രീതിയിലൊക്കെ പോയാൽ തന്നെ കുട്ടികൾക്ക് ആസ്വാദ്യകരമാകും എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഒരു ഗണിതപ്പാട്ട് പറയാൻ പറ്റുമോ? കുറച്ച് പറഞ്ഞാൽ മതി. നോക്കി വെച്ചേക്കണം കേട്ടോ. 1 1 ഓണപ്പൂ പഠിച്ചിട്ടില്ലയോ? 2 2 ചെണ്ടക്കോൽ, അങ്ങനെയൊക്കെ. അപ്പം 1 2 എന്നുള്ള എണ്ണല് പറയുന്നത്. അങ്ങനെ ഗണിതവുമായി ബന്ധപ്പെട്ട് ഇച്ചിരി ഒന്ന് ഇന്നത്തെ ദിവസം വേറെ ഒന്നും നോക്കണ്ടേ ഇനി. ഗണിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അങ്ങനെ ടീച്ചറിന്റെ ബയോഡേറ്റയ്ക്കുള്ളിലുള്ള കാര്യങ്ങളെ ഒന്നുകൂടി ഒന്ന് പെർഫെക്റ്റ് ആക്കാൻ എന്തൊക്കെ ചെയ്യാം അത് മാത്രം ടെൻഷൻ ഇല്ലാതെ നോക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ നോട്ട്സ് ഒരുവിധം ഉണ്ട്, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടോണ്ടിരുന്നാൽ മതി, വെറുതെ ഫ്രീ ആയിട്ട് മൈൻഡ് കൂളാക്കി കേട്ടോണ്ടിരുന്നാൽ മതി. പിന്നെ ഞാൻ ഉറപ്പിച്ചു പറയാ, ടീച്ചറിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ധൈര്യമായിട്ട് പോയാൽ മതി. എല്ലാവരോടും എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ എല്ലാവരും ഉണ്ട് കൂടെ. ഞങ്ങളുടെ മനസ്സോടുകൂടിയാ പോകുന്നത്. ഒരിക്കലും മോശമാവില്ല. ഇതുവരെ ആർക്കും അനുഭവങ്ങൾ മോശമായിട്ടില്ല. അപ്പൊ ടീച്ചർ വളരെ ഹാപ്പി ആയിട്ട്, നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് ആ നെഗറ്റിവിറ്റി അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പൊ അത് ഇല്ലാതെ സന്തോഷമായിട്ട് പോയിട്ട് വാ. ഇനി അടുത്തൊന്ന് നോക്കട്ടെ. പിന്നെ ആ ആപ്പുകളൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കി വെക്കണേ. അതുപോലെ ഉല്ലാസ ഗണിതത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയ ഗണിത കിറ്റുകള് ഒക്കെ ഉണ്ട്. അവയെ കുറിച്ച് അറിയാമോ? ഒരുവിധം ധാരണ എന്തെങ്കിലും ഉണ്ടോ? ഉല്ലാസ ഗണിതം പദ്ധതി ഉല്ലാസ ഗണിതം എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് 2019 ഒന്ന് വർഷം പറയണ്ട കേട്ടോ. ആ കോവിഡ് കാലഘട്ടം കഴിഞ്ഞിട്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ആ പീരീഡിൽ, അതായത് ഗണിതത്തില് കുട്ടികളുടെ താല്പര്യം വർദ്ധിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു ഉല്ലാസ ഗണിതം. ഇതിന്റെ ഭാഗമായിട്ട് ധാരാളം കിറ്റുകൾ സ്കൂളുകളിലേക്ക് BRCയിൽ നിന്ന് നൽകിയിരുന്നു. ആ കിറ്റുകളൊക്കെ തന്നെയും കുട്ടികളുടെ ഗണിത താല്പര്യം വർദ്ധിപ്പിക്കുന്ന തരത്തിലായിരുന്നു. അതിലൊന്ന് പിന്നെ പൂമ്പാറ്റയെ പൂവിലിരുത്താം എന്ന് പറയുന്ന ഒരു കളി ഉണ്ടായിരുന്നു. അതായത് കുട്ടികളെ ഇങ്ങനെ എണ്ണി, ഒരു സംഖ്യ എടുത്തിട്ട് അത് എണ്ണി ഒരു പൂമ്പാറ്റയുടെ പിക്ചർ കാണും. പിക്ചർ അല്ല, ഒരു കട്ടൗട്ട് പോലെ ഒരു സാധനമുണ്ട്. പൂമ്പാറ്റ നമ്മളിലെ ആർട്ടിഫിഷ്യൽ വാങ്ങത്തില്ലേ, അതുപോലെ ഒരു കൊളുത്തൊക്കെ ഉണ്ട്. അപ്പൊ അത് എണ്ണി ആ പൂവിലേക്ക് പൂക്കളായിട്ട് 1 2 3 ഇങ്ങനെ ഉണ്ടാവും, മാല പോലെ. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ കൊണ്ടുവച്ച് പ്ലേസ് ചെയ്യണം. അപ്പൊ ഇതുപോലെ ഓരോരോ കളികളുണ്ട്. ബോർഡ് ഗെയിംസ് ഒക്കെ ധാരാളമായിട്ട് ഉണ്ടായിരുന്നു. അപ്പം അതിൽ നമ്മൾ ഈ ചെസ് കളിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഏണിയും പാമ്പും കളിക്കുന്നത് പോലെ ഡൊമിനോസ് ഒക്കെ ഇട്ട് ഇങ്ങനെ കളിക്കുന്ന രീതി, പിന്നെ ഡൈസ് ഇട്ട് കളിക്കുന്ന രീതി, ആ നമ്പർ എണ്ണി കളിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ, അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ആ കിറ്റുകൾ കിട്ടും നമുക്ക്.
അധികമൊന്നും വേണ്ട. ഇങ്ങനെ ഉല്ലാസ ഗണിതം എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കിയതായിട്ട് എനിക്ക് അറിവുണ്ട്. ഞാൻ ആ കിറ്റുകൾ കണ്ടിട്ടില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ വിവിധ തരം കിറ്റുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ പറഞ്ഞാൽ മതി, സത്യസന്ധമായി പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ അവിടെ പ്രശ്നമില്ല. ടീച്ചറിന് അനുഭവമില്ല, പക്ഷെ എങ്കിൽ പോലും ടീച്ചറിന് എന്തുണ്ട്, ഗണിതത്തിൽ താല്പര്യം ഉള്ളത് കൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ചൊരു ധാരണയുണ്ട്. അതാണ് വേണ്ടത് നമുക്ക്. ടീച്ചറിന് ടീച്ചിങ് എക്സ്പീരിയൻസ് ഇല്ലല്ലോ, കുറച്ച് നാളൊക്കെ. അത് കുറെ കാലം മുമ്പല്ലേ, എന്നാ പോയത് അല്ലേ? 2016 പോയതാണ്. അപ്പൊ പിന്നീട് ഉള്ള മാറ്റങ്ങൾ അറിയില്ല, പക്ഷെ എങ്കിലും ഇങ്ങനെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കിറ്റുകളൊക്കെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഗണിത കിറ്റ് നമുക്ക് ഉപയോഗിക്കാം, ഉല്ലാസ ഗണിതത്തിന്റെ ഭാഗമായിട്ടൊക്കെ കിട്ടിയ. ഇതുപോലെ നിരവധി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ധാരാളം കിറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ച് ഗണിത ലാബ് അല്ലേ, അങ്ങനെ സൃഷ്ടിക്കാം. ഗണിത മൂല ക്ലാസ്സുകളിൽ ഗണിത മൂല നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ആ ക്ലാസ്സിന് അനുയോജ്യമായ ഉപകരണങ്ങള്, കുട്ടികളുടെ പ്രവർത്തനങ്ങളും ഒക്കെ ചേർത്ത് ഗണിത മൂല തയ്യാറാക്കാം. ഇങ്ങനെയൊക്കെ ഗണിത പഠനം ആസ്വാദികരമാക്കാം. അപ്പൊ അത് പറയാം. ടീച്ചറെ, 1-2 ക്ലാസ്സുകളല്ലേ ഉല്ലാസ ഗണിതം പദ്ധതി? 1-2 ക്ലാസ്സുകളാണ്. പക്ഷെ നമുക്കത് 3-4 ക്ലാസ്സുകളിൽ ഗണിതത്തിന് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ കൈത്താങ് നിലയിൽ ഉപയോഗിക്കാം. അതുപോലെ അവിടെ ഗണിത വിജയം എന്നല്ലേ 3-4 ക്ലാസ്സുകളിലെ ഏതാ ടീച്ചറെ? ഗണിത വിജയമുണ്ട്. ഞാൻ അതിന് പോയിട്ടില്ല, അതുകൊണ്ട് അതിന്റെ കൂടുതൽ അറിയില്ല. ഗണിത വിജയത്തെ കുറിച്ച് അറിയാമെങ്കിൽ പറഞ്ഞോ ആര്യ ടീച്ചറെ. 3-4 ക്ലാസ്സുകളിലെ കുട്ടികളെ ഗണിത പരിപോഷിപ്പിക്കാനായിട്ടുള്ള പദ്ധതിയാണ് ഗണിത വിജയം എന്ന്. ഉയർന്ന ലെവലിലേക്ക്. പക്ഷെ അതിന്റെ പ്രവർത്തനങ്ങൾ എനിക്ക് ഓർമ്മയില്ല. ഇനി ഗണിത വിജയത്തിന് ഇതുപോലെ ഗെയിമുകളായിരുന്നോ എന്നുള്ളതിനെ കുറിച്ച് ഒന്നുകൂടി നോക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. എന്തായാലും കിറ്റുകൾ കൊടുത്തിരുന്നു, അപ്പൊ അത് ഒന്ന് നോക്കി വെച്ചേക്കാം. അപ്പൊ പിന്നെ അടുത്ത ടീച്ചറിന്റെ അടുത്ത ഒരു ഇത് എന്താണ്, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിലേ ടീച്ചർ എഴുതിയിരിക്കുന്നു മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനാകും എന്നുള്ളത്. അത് അധ്യാപനത്തിൽ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്താനാകുക? മ്യൂട്ടാണ്. പുതിയ വിദ്യാഭ്യാസ രീതി അനുസരിച്ചിട്ട്, പാഠ്യപദ്ധതി അനുസരിച്ച് അധ്യാപിക എപ്പോഴും അതൊരു മെന്റർ ആയിരിക്കണം എന്നൊരു വാക്ക് പറയുന്നുണ്ട്. അതായത് സഹരക്ഷകർത്താവ് എന്നൊരു രീതി. അപ്പം എന്താ അവരുടെ നമ്മുടെ മക്കളാണ് നമ്മുടെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ആ ലോകത്തെയാണ് നമ്മുടെ അടുക്കിലേക്ക് പിന്നെ അവര് വിടുന്നത്. അപ്പൊ അത്രയും സുരക്ഷിതത്തോടു കൂടി ആ കുഞ്ഞുങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പം മറ്റൊരു പ്രയാസങ്ങൾ അറിയപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അറിയാമല്ലോ, അവരെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അത്തരത്തിൽ അത് പഠനത്തിലും അവരിൽ ബാധിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ പിന്നെ മനസ്സിലാക്കുവാനും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് പിന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഞാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, കുറച്ചുകൂടി പറയാം. ടീച്ചർ പറഞ്ഞ തുടക്കം നന്നായിരുന്നു, മെന്റർ. ഇപ്പം പുതിയ പാഠ്യപദ്ധതി അല്ലെങ്കിൽ KCF 2023 അധ്യാപകരെ മെന്റർ എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, അതിന് മുമ്പും അതായിരുന്നു, തൊട്ട് മുമ്പും അത് തന്നെയായിരുന്നു. അതുകൊണ്ട് KCF 2023 പ്രകാരവും അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകർ എന്ന് പറയുന്നത് മെന്റർ ആണ് എന്ന് എടുത്തു പറയുന്നുണ്ട്. അതായത് സഹരക്ഷിതാവ്. ഒരു രക്ഷിതാവ് എപ്പോഴും തന്റെ കുട്ടികളുടെ എല്ലാ മാറ്റവും അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് അവരുടെ പിരിമുറുക്കങ്ങള്, അവര് നേരിടുന്ന വെല്ലുവിളികള്, അവരുടെ സങ്കടങ്ങള്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായി മനസ്സിലാക്കേണ്ടതും വിലയിരുത്തപ്പെടേണ്ടതും. ഈ സന്ദർഭങ്ങളിലാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൈത്താങ്ങ് അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കേണ്ടത്, അല്ലെ, താങ്ങ് നൽകേണ്ടത്. അപ്പൊ കൃത്യമായ രീതിയിൽ കുട്ടികളുടെ മനസ്സിനെ ഉലയ്ക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിലാണ് ഭാവിയിലേക്ക് അത് വലിയ വിഷയങ്ങളിലേക്ക് പോവുക. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു കഴിവ് അല്ലെങ്കിൽ എൻ്റെ ശക്തി എന്ന് പറയുന്നത് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ. അപ്പൊ അത് കൃത്യമായ സമയത്ത് കുട്ടികളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും വേണ്ട പരിഹാരങ്ങൾ നൽകാനും എനിക്കതുകൊണ്ട് തീർച്ചയായും കഴിയും. കുട്ടികളുമായി നല്ല അടുപ്പം സൃഷ്ടിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമാണ്. ഇപ്പം ഈ മറ്റ് കാര്യങ്ങളൂടെ ഉൾപ്പെടുത്തി പറയാം. അതായത് പിന്നെ എപ്പോഴും എല്ലാ രക്ഷിതാക്കളുടെയും ലോകം എന്ന് പറയുന്നത് അവരുടെ മക്കളാണ്. അവരുടെ ലോകമായി കാണുന്ന കുഞ്ഞുങ്ങളെയാണ് സ്കൂളുകളിലേക്ക്, നമ്മുടെ അടുത്തേക്ക് വിശ്വസിച്ച് വിടുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പിന്നെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് കൂടുതൽ പരിഗണന നൽകണം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോവാം. അതുപോലെ തന്നെ ഈ മാനസികമായിട്ട്
ചെറിയ ക്ലാസ്സിലെ ഉണ്ടാകുന്ന മുറിവുകളാണ് ഈ കുട്ടികളെ വില്ലന്മാരാക്കി മാറ്റുന്നത്. ഇപ്പോഴത്തെ പത്രത്തിൽ വരുന്ന കുറെ വില്ലനിസം ഉണ്ടല്ലോ. നമ്മൾ ഇന്നും ആര്യ ടീച്ചർ ഇട്ടിട്ട് ഞാൻ മറുപടി ഇടാൻ തുടങ്ങി, ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണ്. ആരെങ്കിലും മറുപടി പറയട്ടെ എന്ന്. പക്ഷെ ആ ചോദ്യം അവിടെ അതുപോലെ കിടപ്പുണ്ട്, അല്ലയോ ആര്യ ടീച്ചറെ? ഇന്ന് ആരും അറ്റൻഡ് ചെയ്തില്ല അത്. ടീച്ചർ ആ ചോദ്യം ഒന്ന് ചോദിച്ചോ. അതായത് ഇപ്പം റാഗിംഗ് നടത്തിയ കുട്ടികളുടെ വിദ്യാഭ്യാസം നിർത്താനുള്ളൊരു നടപടി സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അത് നമുക്ക് മുംതാസ് ടീച്ചറിനോട് കൃത്യമായിട്ട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം. റാഗിംഗ് ഞാൻ ചോദിക്കണം എന്ന് വെച്ചിരിക്കുകയായിരുന്നു. അതെ, പറഞ്ഞോ ടീച്ചറെ. റാഗിംഗ് നടത്തിയ കുട്ടികളെ തുടർ വിദ്യാഭ്യാസം ത്തിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തി, തുടർ വിദ്യാഭ്യാസത്തിന്. അത് ശരിയായ ഒരു നടപടിയാണോ എന്നുള്ളത് ആര്യ ടീച്ചറിന്റെ സംശയമാണ്. റാഗിങ്ങിന്റെ ഇഷ്യൂ അറിഞ്ഞായിരുന്നോ? വലിയൊരു ഇഷ്യൂ ആയിരുന്നു. വിദ്യാഭ്യാസം തടയുക എന്നത് ഒരു നല്ല മാർഗമായിട്ട് പിന്നെ എനിക്ക് തോന്നുന്നില്ല. വിദ്യ അഭ്യസിക്കുക എന്നത് ഏതൊരു പൗരന്റെയും പിന്നെ അവകാശമാണല്ലോ. പക്ഷേ പിന്നെ ചെയ്തു പോയ തെറ്റുകൾ അതിക്രൂരമായ തെറ്റുകൾ തന്നെയാണ്. അത് ഒരിക്കലും നമുക്ക് പൊറുക്കപ്പെടാനായിട്ട് സാധിക്കുകയില്ല. അപ്പം സൈക്കോളജിക്കലി അവർക്ക് വേണ്ട എന്തായിരുന്നു ബുദ്ധിമുട്ടുകൾ എന്ന് അറിയേണ്ടത് തന്നെയാണ്. പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ആ കുട്ടി തന്നെ ഇപ്പൊ ഒരു ഇടക്ക് ഇവിടെ വീട്ടിൽ വന്നു പോയിരുന്ന ഒരാൾ തന്നെയാണ്. ഹോസ്റ്റലിൽ നിൽക്കുകയും ഇടക്ക് അച്ഛനെയും അമ്മേനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് ആ കൊച്ച് അനുഭവിക്കുന്നുണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ പറയേണ്ടത് അത്യാവശ്യം തന്നെയായിരുന്നു. വീട്ടുകാരെ നേരത്തെ തന്നെ അറിയിക്കാമായിരുന്നു. അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടിലേക്ക് പോകില്ല. പിന്നെ ആ ഒരു ആദ്യത്തെ തുടക്കത്തിൽ തന്നെ നമുക്കത് നിർത്താൻ പറ്റുന്ന ഒരു കാര്യം തന്നെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി വാർത്ത വായിച്ചപ്പം. അതുപോലെ ഇപ്പൊ പഠിത്തം നിർത്തിയത് കൊണ്ടിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് വീണ്ടും പിന്നെ ആ ഒരു തെറ്റിനോടുള്ള സമീപനം കൂടുകയല്ലാതെ, ദേഷ്യവും വൈരാഗ്യവും കൂടുകയല്ലാതെ കുറയൂല. അപ്പൊ അതിനുള്ള മാർഗങ്ങള് കണ്ടെത്തുക. പിന്നെ പഠനം നിർത്തലാക്കിയതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷെ പിന്നെ സൈക്കോളജിക്കലി അവർക്ക് എന്തെങ്കിലും ഒരു കൈത്താങ്ങ് നൽകേണ്ടതാണ്. ടീച്ചറെ, ഇപ്പൊ പഠിക്കാൻ അവർക്ക് അവസരം കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ. അവർക്ക് അങ്ങനെ അവസരം കൊടുക്കുമ്പോ അത് മറ്റുള്ളവർക്കും ഇത്രയൊക്കെ ഉള്ളൂ, റാഗിങ് ഉണ്ട് ഇത്രയൊക്കെ ഉള്ളൂ എന്നൊരു ചിന്ത വരില്ലേ? അതെ അതെ, അങ്ങനെ ഒരു ചിന്ത വരും. പക്ഷെ നമുക്കിപ്പൊ പഠിത്തം നിർത്തിപ്പിക്കാൻ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പഠനം എല്ലാവരുടെ അവകാശമാണല്ലോ. പഠിക്കണം. പക്ഷെ അതിന് തക്കതായ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കുകയും വേണം. ഓക്കെ, ഇത് മറ്റുള്ളവരും കൂടി ഈ ഒരു ചോദ്യത്തെ ഒന്ന് അഡ്രസ് ചെയ്തേ. നുസ്രത്ത് എന്ന പേരിൽ നിന്ന് ആരാണ്? നുസ്രത്ത് ടീച്ചർ, പുതിയ ടീച്ചർ അല്ലേ? ടീച്ചർ ഒന്ന് പറഞ്ഞു നോക്കിക്കോ. എന്റെയും അഭിപ്രായം ഇത് തന്നെയാണ്. സ്കൂളിൽ നിന്നും വെക്കേറ്റ് ചെയ്തുകൊണ്ട് അതിനൊരു പരിഹാരം ആവും തോന്നുന്നില്ല. വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് കാണട്ടെ. ഒരു മിനിറ്റ്, ഒരുങ്ങാൻ പോയതാണോ? നമ്മള് മീറ്റിന്റെ സമയമാകുമ്പോ ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് നല്ല സുന്ദരിമാരായിട്ടൊക്കെ ഇരിക്കണം. ഓക്കെ, പറഞ്ഞോ ടീച്ചർ, പറഞ്ഞോ. എന്നിട്ട് ഓക്കെ, പറഞ്ഞോ ടീച്ചർ. ഓക്കെ ടീച്ചർ, നമ്മള് കുട്ടികളെ സ്കൂളിൽ നിന്നും വെക്കേറ്റ് ചെയ്യുന്നത് അവർക്ക് കൂടുതൽ ഭാവിയിലെ പ്രശ്നങ്ങൾ, ആ പ്രശ്നത്തിൽ നിന്ന് അവര് മുക്തി നേടി വരില്ല. അവരെ നന്നാക്കി എടുക്കുക നമ്മളെ ലക്ഷ്യമെങ്കിൽ അവരെ അതിനുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത്. അവരുടെ പ്രശ്നം എന്താ കണ്ടെത്തിയിട്ട് അതിനുള്ള പരിഹാര ബോധനം നടത്തി, കൗൺസിലിംഗ് ആണെങ്കിൽ കൗൺസിലിംഗ്, അങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ അവരെ നന്നാക്കി എടുക്കുകയാണ് വേണ്ടതെന്നുള്ളതാണ്. എന്തൊക്കെ മാർഗം സ്വീകരിക്കാമെന്ന് ടീച്ചറിന് തോന്നുന്നു? എന്തൊക്കെ ഒന്നോ രണ്ടോ കാര്യങ്ങളൊന്ന് പറയാമോ? ഏതൊക്കെ തരത്തിൽ? കേസ് സ്റ്റഡികളാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ആ കുട്ടികൾക്ക് ഒന്നുകിൽ ഇങ്ങനെ ഇത്രയും ക്രൂരമായിട്ട് അവർ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പശ്ചാത്തലം ഉണ്ടാവും. അതിലൂടെ ഈ കാര്യം അവർ ഇത്രയും ക്രൂര ഒരു ബിഹേവിയർ അവരുണ്ടായിട്ടുണ്ടാവുക. അപ്പോ അവരെ കുറിച്ച്, അവരെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ പഠിച്ചെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് പരിഹാരങ്ങള് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാവുന്ന
ശിക്ഷ രീതിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് തെറ്റ് തിരിച്ചറിയാനായിട്ട് കൊടുക്കാം? വ്യക്തിഗത ബോധനങ്ങളും കൗൺസിലിംഗ് ക്ലാസ്സുകള്, അതുപോലെ ഇതിന്റെ പിന്നെ പല സന്ദർശനങ്ങളും മറ്റുള്ളവരുടെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളൊക്കെ അല്ലെ, ഇതിങ്ങനെ ട്രോമയിലേക്ക് ആയിപ്പോയ ആളുകൾ അനുഭവങ്ങൾ അങ്ങനെ. ഇനി മറ്റൊരാള് എന്താണ് ഹസീന ടീച്ചറെ? ഹസീന ടീച്ചർ മ്യൂട്ടാണ്. ശബ്ദമില്ല, ഞാൻ ഇപ്പൊ റിമൂവ് ചെയ്യും. ഹസീന ടീച്ചറെ പറഞ്ഞോ, ടീച്ചറിന്റെ അഭിപ്രായം പറഞ്ഞോ. വീഡിയോ ഒന്ന് ഓൺ ചെയ്തോ. ബാക്കി എല്ലാരും റെഡി ആയിട്ടിരുന്നോ? വേഗം ആവട്ടെ. ഞങ്ങക്ക് സംസാരിക്കാൻ തന്നെ പാടാ അപ്പോഴായല്ലോ. ഈ അഭിപ്രായം കാരണം അവരുടെ വിദ്യാഭ്യാസം അവരുടെ അവകാശമാണ്. ഭരണഘടന പറഞ്ഞ എല്ലാ പൗരന്മാർക്കും വിദ്യാഭ്യാസം അവരുടെ അവകാശമാണ്. അത് നിഷേധിക്കുന്നത് ശരിയല്ല. പക്ഷെ അവർക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു സസ്പെൻഷനോ അങ്ങനെ ആവാം, അല്ലെങ്കിൽ മറ്റൊരു ശിക്ഷ ആയിരിക്കാം. ശിക്ഷ എന്തായാലും കൊടുക്കണം. അല്ലെങ്കിൽ അവരും ഇതൊരു പ്രശ്നമല്ല, റാഗിങ് ചെയ്യാന്നുള്ളത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാവും. കുഴപ്പമില്ല എന്ന്, ചെറിയ ശിക്ഷയല്ലേ, അപ്പൊ നല്ലൊരു കടുത്ത ശിക്ഷ കൊടുക്കണം. പക്ഷെ വിദ്യാഭ്യാസം നിഷേധിക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് അങ്ങനെയാണോ അഭിപ്രായം? അതാകുമ്പോ വീഡിയോയും ഓൺ ചെയ്യണ്ട, മൈക്കും ഓൺ ചെയ്യണ്ടല്ലോ എന്ന്. അശ്വതി ടീച്ചർ എന്ന് പറഞ്ഞോ? വേറെ അശ്വതി ഉണ്ടോ? ഇല്ല. അശ്വതി ടീച്ചറെ പറഞ്ഞോ. കേൾക്കാണ്ടോ? കേൾക്കാം. വീഡിയോ ഒരു മിനിറ്റ് ടീച്ചറെ. കാണാണ്ടോ? കാണാനുണ്ട്, കേൾക്കാനുണ്ട്. ടീച്ചറെ, ഇവിടെ ഇപ്പൊ നുസ്രത്ത് ടീച്ചറും ഹസീന ടീച്ചറൊക്കെ പറഞ്ഞ പോലെ തുടർ പഠനം നിർത്തലാക്കുക എന്നുള്ളത് അതൊരു അനുയോജ്യമായിട്ടുള്ള മാർഗമല്ല. കാരണം നമുക്കറിയാം, നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് മൗലികാവകാശമായിട്ടാണ് വിദ്യാഭ്യാസത്തെ. അപ്പൊ നമുക്കത് നിർത്തലാക്കാനുള്ള അത് പറ്റില്ല. പക്ഷേ അവർക്കൊരു ശിക്ഷ കൊടുക്കുക തന്നെ വേണം. കാരണം ഇപ്പൊ ഈ റാഗിങ് നടന്നിരിക്കുന്നത് പറയുന്നത് ഒരു നഴ്സിംഗ് കോളേജിലാണ്. അപ്പോൾ ആതുര സേവന രംഗത്തേക്ക് വരേണ്ട വിദ്യാർത്ഥികളാണ് അതിക്രൂരമായിട്ട് അവരുടെ സഹപാഠികളെ റാഗിങ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും അവര് ശിക്ഷ അനുഭവിക്കണം. അതിൽ കൂടെ അവര് ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. കാരണം ആ റാഗിങ്ങിന് വിധേയരായിട്ടുള്ള കുട്ടികൾ മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കും. അവരതൊന്ന് റിക്കവർ ചെയ്ത് വരാൻ തന്നെ ഇനിയിപ്പോ ഒരുപാട് സമയം എടുക്കുന്നുണ്ടായിരിക്കും. ഇനിയിപ്പോ അവരുടെ പഠനത്തെ തന്നെ അത് ബാധിക്കാനും സാധ്യതയുണ്ട്. ഇപ്പൊ 2005 ഇതേപോലെ കേരളത്തില് കോട്ടയത്ത് തന്നെ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ഒരു റാഗിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പറയുന്നുണ്ട്, ആ കുട്ടിയുടെ ഒരു പത്രത്തിൽ 2 ദിവസം മുന്നേ ഉണ്ടായിരുന്ന കുട്ടിയുടെ അച്ഛൻ എഴുതിയിട്ടുള്ള ഒരു കുറിപ്പുണ്ടായിരുന്നു. അതിനുശേഷം ആ കുട്ടിക്ക് പഴയ പോലെ തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. വേറെ കോളേജിൽ പഠനം തുടർന്നെങ്കിലും അവിടെ നിന്ന് നിർത്തി പോന്നു. എന്നിട്ട് ഇപ്പൊ ആ കുട്ടി ഒന്നും ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. അപ്പോ നമ്മള് രണ്ടു ഭാഗവും നോക്കണം. ഇപ്പൊ അതിന് വിധേയരായിട്ടുള്ള കുട്ടികളാണെങ്കിലും അത് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിലും നമ്മൾ രണ്ടു ഭാഗവും കൺസിഡർ ചെയ്യണം ഉള്ളതാണ്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തുടർ പഠനം നിർത്തലാക്കണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവർ ചെയ്തതിന് ഉള്ള ശിക്ഷ അവർ എന്തായാലും അനുഭവിക്കണം. കാരണം അവർ മറ്റേ സൈഡിലുള്ളവരും അത്രയും അനുഭവിച്ചതാണല്ലോ. അപ്പൊ അതായിരിക്കും ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഇവിടെ നമുക്ക് നമ്മുടെ മനസ്സ് പോലെ മറുപടി പറയാനേ നിവൃത്തിയുള്ളൂ അല്ലെ. നമുക്ക് ആപ്റ്റായിട്ട് ഇത് നീതി നടപ്പിലാക്കണം എന്നുള്ള കാര്യമുണ്ട്. പക്ഷെ നമുക്ക് ഇതൊന്നും നിയമങ്ങൾ മാറ്റാനൊക്കെ വളരെ പ്രയാസമാണ്. പക്ഷെ നമ്മുടെ അഭിപ്രായമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരിക്കലും ഒരു വിദ്യാഭ്യാസത്തെ പൂർണ്ണമായിട്ട് തുടർ പഠനമേ സാധ്യമല്ല എന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസത്തെ തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് ആപ്റ്റായിട്ടുള്ള ഒരു രീതിയായിട്ട് നമുക്ക് പറയാനാകില്ല. മാനുഷികപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പലതും തോന്നും, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ പലതും തോന്നും. പക്ഷെ ഇവിടെ ഇപ്പൊ ഈ ഒരു ചോദ്യം എന്നോടാണെങ്കിൽ ഞാനും തീർച്ചയായിട്ടും ഞാൻ പറയുക,
തുടർ വിദ്യാഭ്യാസത്തെ പൂർണ്ണമായി ഇനി അങ്ങനെ പഠിക്കുകയേ വേണ്ട എന്നുള്ള നിലയിലേക്ക് അതിനെ തടസ്സപ്പെടുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മറിച്ച് നമ്മളിപ്പോ ഡീബാർ ഒക്കെ ചെയ്യാറുണ്ട്, 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷത്തേക്കൊക്കെ ഡീബാർ ചെയ്യാറുണ്ട് അല്ലെ, നമ്മൾ കോപ്പി അടിക്കുന്നതിന് പോലും ഡീബാർ ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ എത്രയോ ഇരട്ടി ക്രൂരമായ കൃത്യം ചെയ്ത ആളുകളാണ്. അപ്പൊ നിശ്ചിത വർഷത്തിലേക്ക് അവരെ ഡീബാർ ചെയ്യണമെന്ന് എന്റെ മനസ്സിലാണെങ്കിൽ എനിക്ക് അങ്ങനെയുണ്ട്. മാത്രമല്ല ഇവർ കാരണം ക്രൂരത അനുഭവിച്ച കുട്ടികളുണ്ട്. ഇരയാക്കപ്പെട്ടവർക്ക് വേണ്ട മുഴുവൻ സഹായവും, അവരുടെ ചികിത്സയ്ക്ക് വേണ്ട, അവരെ റിക്കവറി ചെയ്യിപ്പിക്കേണ്ട മുഴുവൻ ഉത്തരവാദിത്വവും ഈ ഒരു കുട്ടികൾക്കും അവരുടെ പേരൻസിനും തന്നെ കൊടുക്കണം. കാരണം മക്കളെ സമൂഹത്തിന് ഉതകുന്ന തരത്തിലേക്ക് വളർത്തുക എന്നുള്ളത് രക്ഷിതാവിന്റെ ഉത്തരവാദിത്തമാണ്. ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ് അവനവന്റെ മക്കളെ സമൂഹത്തിന് ഉതകുന്നവരായി വളർത്തുക എന്നുള്ളത്. അപ്പൊ അത് അവിടെയും അവർക്കും വീഴ്ച പറ്റിയിട്ടുണ്ട്. അപ്പൊ കൃത്യമായി അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യേണ്ടത് ഈ കുറ്റകൃത്യം നടത്തിയ കുട്ടികളാണ്. അപ്പൊ അതിനുള്ള ഒരു വലിയൊരു തുക തന്നെ അവരിൽ നിന്ന് പിഴയായിട്ട് ഈടാക്കേണ്ടതായിട്ടുമുണ്ട്. ഒപ്പം ഈ കുട്ടികളുടെ അവസ്ഥ എന്ത് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള കേസ് സ്റ്റഡി നമ്മുടെ നുസ്രത്തെ ടീച്ചർ പറഞ്ഞതുപോലെ കൃത്യമായ മനഃശാസ്ത്ര രീതിയിൽ തന്നെ കുട്ടികളെ നമ്മൾ സമീപിക്കണം. അപ്പൊ അത് വ്യക്തമായി കുട്ടികളെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി തന്നെ അവർക്ക് വേണ്ട ചികിത്സയും കാര്യങ്ങളുമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ചികിത്സ തന്നെയാണ് വേണ്ടത്, കാരണം ക്രൂരമായ കൃത്യങ്ങളിലേക്കാണ് അവർ പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ മാനസിക നില എന്താണ്, എന്തുകൊണ്ട് അവർ ഇത്തരത്തിലേക്ക് വന്നു, അതിന് ലഹരിയുടെ സാന്നിധ്യം ഉണ്ടോ, ഇതെല്ലാം കൃത്യമായി പഠന വിധേയമാക്കി എന്താണോ കാരണമായിട്ടുള്ള സംഗതി അതിനെ അവരുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ളത് ആണ് ഇതിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്. അല്ലെങ്കിൽ ഈ ലോകത്തിന് തന്നെ വിഘാതമാകുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഈ നമുക്ക് വെല്ലുവിളിയാവുന്ന തരത്തിൽ ഈ കുട്ടികൾ മാറും. ഇത് വിരലിൽ എണ്ണാവുന്ന കാര്യങ്ങളല്ല ഇപ്പൊ വരുന്നത്. ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഇതേ തരത്തിൽ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, കേരള സമൂഹത്തിനെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിലെല്ലാം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വന്ന വീഴ്ചകൾ കാണാനുണ്ട്. അപ്പം വിദ്യാഭ്യാസത്തിന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത വിഷയമാണ് ടീച്ചിങ് ആസ്പിരൻസില് വിദ്യാഭ്യാസത്തിന് മൂല്യച്യുതി വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. അപ്പം അത് ഞാൻ നിങ്ങളോടും ചോദിക്കാം, നിങ്ങൾക്ക് ഒന്നുകൂടി അവസരം തരാം. ഇതിൽ കൂടുതലും പുതിയ കുട്ടികളാണ്. അപ്പം അതുപോലെ അതായത് നമുക്ക് പിന്നീട് വേറെ എന്തൊക്കെ ഇതിന് വേണ്ടി നടത്താന്ന് വെച്ചാൽ ഈ കൗൺസിലിംഗ് പോലെ, അത് കഴിഞ്ഞിട്ട് ഇവരെ കൊണ്ട് തന്നെ ഈ മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ സന്ദർശനവും ഈ ഇത്തരത്തിലുള്ള റാഗിങ്ങിനൊക്കെ ഇരയാക്കപ്പെട്ട ആളുകളുടെ അനുഭവങ്ങളും ഒക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ, സേവനം എന്ന നിലയിൽ റോഡ് നിയമം ലംഘിച്ച ഒരാളാ സഞ്ജു കൊണ്ടുപോയില്ലേ, അതുപോലെ മെഡിക്കൽ കോളേജിൽ സേവനം ചെയ്യിപ്പിച്ചപ്പോ അതെ, അതുപോലെയുള്ള നിർബന്ധിത സേവനങ്ങൾക്ക് വിധേയമാക്കണം. അവരത് ചെയ്തേ പറ്റൂ എന്നുള്ളത്. കൃത്യമായ തടവ് ശിക്ഷയും നൽകണം അല്ലെ. അവര് ചെയ്ത ക്രൂരതയ്ക്കുള്ള കൃത്യമായ ശിക്ഷയും അവർക്ക് മേടിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ഇതിനോടൊപ്പം ഇരയാക്കപ്പെട്ട കുട്ടികളുടെ മാനസികമായ റിക്കവറിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അവരെയും കൊണ്ടുവരണം. അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ഇരയ്ക്ക് എത്രയോ അവകാശമുണ്ടോ അതുപോലെയാണ് ഈ പ്രതികൾക്കും ഉണ്ട്. അപ്പോ ഈ കുട്ടികൾക്ക്, അതിന് ഇരയാക്കപ്പെട്ട കുട്ടികളുടെ അവകാശം നമ്മൾ നോക്കണ്ടേ. നമ്മൾ പറഞ്ഞു അവർക്ക് തുടർ പഠനം കൊടുക്കണം, അതിനോട് നമുക്ക് താല്പര്യം ഇല്ല എന്ന് പറയുന്നു. വിഘാതം വരുത്തുന്നതിനോട് അല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്തുന്നതിനോട് നമുക്ക് താല്പര്യം ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മറുഭാഗം കൂടി ചിന്തിക്കണം. മറ്റു കുട്ടികൾക്ക് ഇനി എന്നാണ് സ്കൂളിലേക്ക് അല്ലെങ്കിൽ എന്നാണ് കോളേജിലേക്ക് പോകാൻ കഴിയുക, എന്നാണ് തുടർ പഠനം നടത്താനാകുക. അപ്പൊ ഇവർക്കൊരു സസ്പെൻഷൻ കൊടുത്തത് കൊണ്ട്, ഇവിടെ ടീച്ചർ പറഞ്ഞ പോലെ വെറുതെ ഒരു സസ്പെൻഷൻ കുറച്ച് മാസക്കാലമേ ഉള്ളൂ, അങ്ങനെ കൊടുത്തിട്ട് അവരെ പഠിക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. കാരണം അവര് പഠിക്കാൻ പോയത് ഇവര് അത്രയും മനസ്സിൽ അനുകമ്പയും അനുതാപവും സഹാനുഭൂതിയും എല്ലാം വേണ്ട ഒരു ജോലിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പൊ അതൊട്ടുമില്ല എന്നുള്ളൊരു തെളിവാണ് ഇവരിങ്ങനത്തെ ഒരു സ്വഭാവം ഇവര് കാണിക്കുന്നത്. അപ്പൊ അത് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്ന് തെളിയുന്നത് വരെ അവർക്ക് ആ ഒരു വിദ്യാഭ്യാസം തുടരാനുള്ള അവകാശം ശരിക്കും കൊടുക്കരുത്. കാരണം അവരെടുത്തെത്തുന്ന ഓരോ ജീവനുകളും അവരെ എങ്ങനെ വേണമെങ്കിലും അപായപ്പെടുത്താം. അപ്പൊ എന്ത് വിശ്വസിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു നഴ്സിന്റെ അടുത്ത് നമ്മൾ പോവുക, എന്ത് ധൈര്യത്തിലാണ്. അപ്പൊ ആ ഒരു രീതിയിൽ അവര് പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് തുടർ പഠനത്തിലുള്ള അവകാശം കൊടുക്കേണ്ടതുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. അതുപോലെ ഇതിനെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യാനാകും?
അതായത് ഇത്തരം പ്രവർത്തനങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനാകും? ചിന്തിച്ചായിരുന്നോ ഈ ക്വസ്റ്റ്യനൊക്കെ കണ്ടപ്പോ? ടീച്ചർ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന്റെ സമയത്ത് ഞങ്ങൾക്ക് കോവിഡ് ടൈമിലായിരുന്നു ടീച്ചിങ് പ്രാക്ടീസ്. അപ്പോ സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിന്റെ TM പരിചയപ്പെടുക എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ മിക്ക ടീച്ചേഴ്സിന്റെയും TMല് മൂല്യങ്ങളും മനോഭാവങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനത് ചോദിച്ചു. ഞങ്ങളെ ഡയറക്റ്റ്ലി പഠിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങളോട് ഏറ്റവും കൂടുതൽ ഊന്നി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഈ മൂല്യങ്ങളും മനോഭാവങ്ങളും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സ്വാഭാവികമായിട്ട് ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ ഇങ്ങനെ ഒരു ഇതിൽ കാണാനില്ലല്ലോ എന്നുള്ളത്. അപ്പൊ ആ ടീച്ചർ പറഞ്ഞു, നിങ്ങൾ ഇനി ടീച്ചിങ് പ്രൊഫഷനിലേക്ക് വരുമ്പോൾ മനസ്സിലാവും, അത്രയും സ്ട്രെസ്സാണ് ഇവിടുത്തെ വർക്കുകൾ. അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, സിലബസ് കവർ ചെയ്യണം. അപ്പൊ അതിന്റെ ഇടയിൽ ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് അന്ന് മനസ്സിലായത് എന്താ വെച്ചാൽ, എഴുത്തിൽ പോലും ഈ മൂല്യങ്ങളും മനോഭാവങ്ങളും കാണാനില്ല. അപ്പോ സ്വാഭാവികമായിട്ടും ടീച്ചർമാരുടെ പാഠ്യവിനിമയങ്ങളിലൊന്നും ഈ ഒരു മൂല്യങ്ങളും മനോഭാവങ്ങളും ഒരിക്കലും വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതിന്റെ ഒരു തുടർ അനുഭവമാണ് ഇങ്ങനെ കാണുന്നതെന്നാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമ്മള് ദിവസവും ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പോലും കുട്ടികളെ മനസ്സിലത് ദിവസവും പലതരത്തിലുള്ള മൂല്യങ്ങളും മനോഭാവങ്ങളും അറിയാതെ തന്നെ കയറിപ്പോവും. അതുപോലും ചെയ്യാനുള്ള ഒരു മനോഭാവം ടീച്ചേഴ്സിന് പലർക്കും ഇല്ല എന്നുള്ളതാണ് ആ ഒരു അനുഭവത്തിലൂടെ അന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയതിനു ശേഷം ചെറുതായിട്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോഴെങ്കിലും അപ്പൊ കുട്ടികള് 100 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 അവർ കേട്ടു എന്ന് വരുള്ളൂ. പക്ഷെ ആ 10 ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ 100 ആയില്ലേ. അപ്പൊ അങ്ങനെ ഒരു മനോഭാവം ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അതില് അഞ്ജലി ടീച്ചർ പറഞ്ഞു, അതായത് അധ്യാപകർ അതിനുള്ള എഫേർട്ട് എടുക്കുന്നില്ല. അപ്പൊ അതിനനുസരിച്ച് അവരെ കൊണ്ട് എഫേർട്ട് എടുപ്പിക്കത്തക്ക രീതിയിലായിരിക്കണം. ആ ടീച്ചർ പറഞ്ഞതിൽ ഒരു വസ്തുതയുണ്ട്. അതായത് ആ സമയത്തൊക്കെയുള്ള സിലബസിനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. ഒന്നാമത് കോവിഡിന്റെ ടൈം. എന്നാൽ ആ സമയം അതിനനുസരിച്ചുള്ള ഒരു മാറ്റങ്ങൾ വരുത്താനോ ഒരു ബദൽ സംവിധാനം വരുത്താനോ ഒന്നും കഴിഞ്ഞില്ല എന്നുള്ളത് പോരായ്മയാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികൾ കൂടുതലായിട്ട് ഫോണിലേക്കും കൂടുതലായിട്ട് ഈ നെഗറ്റിവിറ്റിയിലേക്കും പോയത്. ഫോൺ സൈറ്റുകളിലൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ചെറിയ കുട്ടികൾ വരെ ഉണ്ടായിപ്പോയത് അതുകൊണ്ടാണ്. അപ്പം അതിനൊക്കെ കൃത്യമായ രീതിയിൽ ആ അവസ്ഥ പരിഗണിച്ചു കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതി അതിന് ആസൂത്രണം ചെയ്യാനോ അത് നടപ്പിലാക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അധ്യാപകർ വളരെ സ്ട്രെസ്ഡ് ആയിരുന്നു എന്നുള്ളത് ശരിയാണ്. ടീച്ചർ പറഞ്ഞതുപോലെ അത് മൂല്യങ്ങളും മനോഭാവങ്ങളും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് എടുക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ എഫേർട്ട് നമ്മളെ എടുപ്പിക്കത്തക്ക രീതിയിലുള്ള പാഠ്യപദ്ധതിയും എടുപ്പിക്കത്തക്ക രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യാൻ നമുക്ക് കഴിയണം. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടണം. അങ്ങനെ ഒരു വസ്തുത കൂടി അവിടെ ഉണ്ട്. സാഹചര്യത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. ഈ പറയുന്ന പോലെ സിലബസ് പൂർത്തിയാക്കണം, പരീക്ഷ നടത്തണം. ഞാൻ ഹൈസ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്ത സമയത്ത്, പ്രത്യേകിച്ച് മാനേജ്മെന്റ് സ്കൂളിൽ ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്തൊരവസ്ഥ ആണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവിടെ എന്ന് വെച്ചാല് കുഞ്ഞുങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ അങ്ങനെ ശീലിച്ചവരാണ്. അപ്പൊ അവിടേക്ക് വരുമ്പോൾ അവിടെ റിസൾട്ടിനാണ് ഇമ്പോർട്ടൻസ്. അത് ആരുടെയും കുഴപ്പമല്ല. പ്രത്യേകിച്ച് മാനേജ്മെന്റ് സ്കൂളുകളിൽ അവരുടെ നിലനിൽപ്പാണ്. 100% വിജയം ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അങ്ങോട്ടേക്ക് എന്തില്ല, കുട്ടികളില്ല. അപ്പൊ അവരുടെ തൊഴിലിനെ അത് ബാധിക്കും, നിലനിൽപ്പിനെ ബാധിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവര് റിസൾട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. കുട്ടികളിലേക്കുള്ള ശ്രദ്ധ അവര് എത്ര ശ്രമിച്ചാലും കൊടുക്കണമെന്ന് വിചാരിച്ചാലും പറ്റാത്തത്ര വട്ടുപിടിച്ച് ഓടുന്ന ഒരു സമൂഹമാണ് അധ്യാപകര് ഈ ഹൈസ്കൂളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാല്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളത് നോക്കണം. അതായത് കുട്ടികളുടെ മൈൻഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കൃത്യമായ അവസരങ്ങൾ നമ്മുടെ സിലബസിലും സ്കൂളിലും ഉണ്ടാകണം. കൗൺസിലിങ്ങിന് ഒരാള് സ്കൂളുകളിൽ വേണമെന്ന് എത്രയോ വർഷം മുമ്പ് ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. കൃത്യമായി കൗൺസിലർ സംവിധാനം നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാകണം. മനഃശാസ്ത്ര വിദഗ്ധർ വരണം. പിന്നെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ അധ്യാപകർക്ക് ഒരിടം വേണം, അല്ലേ? സ്കൂളിലെ പ്രശ്നങ്ങളെ റിപ്പോർട്ട് ചെയ്ത് അത് പരിഹരിക്കാൻ പറ്റുന്ന സെല്ലുകൾ വേണം. ബാലാവകാശ കമ്മീഷൻ എന്നൊക്കെ നമ്മൾ വാതോരാതെ പറയുന്നുണ്ട്. ടീച്ചേഴ്സ് എന്തെങ്കിലും ചെയ്ത അല്ലെങ്കിൽ ഒന്ന് കുറ്റപ്പെടുത്തിയ ഹരാസ്മെന്റ്, മെന്റൽ ഹരാസ്മെന്റ്, ബാലാവകാശ കമ്മീഷനിൽ കേസ് കൊടുക്കുന്നു. എന്നാല് അടിച്ചാൽ അത് ഹരാസ്മെന്റ്. പക്ഷെ ഈ അടിയും മെന്റൽ ഹരാസ്മെന്റും ഇതിന്റെ ഒന്നും സ്റ്റേജിലേക്ക് പോകാതെ അധ്യാപികയ്ക്ക് ഇന്ന കുട്ടി പ്രശ്നം നേരിടുന്നുണ്ട്, അത് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് ഏതെങ്കിലും ഒരു സെല്ലിൽ കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് കൃത്യമായി പരിഹാരം നേടാൻ ഒരു അവസരം അതുണ്ടെങ്കിൽ
അധ്യാപികയ്ക്ക് പഠനത്തിലും ബോധനത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും. കുട്ടികൾക്ക് വേണ്ട സൗകര്യം അവിടെ ഒരുക്കി കൊടുക്കാനും കഴിയും. അവിടെ അവർക്ക് പിന്തുണ കൊടുക്കാൻ പ്രത്യേക പഠിച്ച നന്നായി അറിവുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവൂ? എല്ലാ ടീച്ചർ, സ്കൂളിലും ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയ സമയത്ത് UP സ്കൂളിൽ കണ്ടിട്ടുണ്ട്. കൗൺസിലിങ്ങിനായിട്ട് ഒരു ടീച്ചർ കണ്ടിട്ടുണ്ട്. സ്ഥിരം ഉണ്ടായിരുന്നോ ടീച്ചർ? കണ്ടിട്ടുണ്ട്. അത് പക്ഷെ എല്ലാ സ്കൂളുകളിലും ഇല്ല, എല്ലായിടത്തും ഇല്ല, എല്ലാ സ്കൂളുകളിലും ഇല്ല. അത് ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും ഇപ്പോഴും ആ നിയമം ഒന്നും അങ്ങനെ പ്രാവർത്തികമല്ല. അത് എല്ലാ സ്കൂളുകളിലും വേണം. അതല്ലെങ്കിൽ ഒരു ബ്ലോക്കിൽ ഇപ്പൊ BRC തലത്തിൽ തന്നെ നമുക്കത് നടപ്പിലാക്കാൻ പറ്റും. ഈ ഓരോ ദിവസങ്ങൾ അലോട്ട് ചെയ്തിട്ട് ആ BRCയുടെ അണ്ടറിൽ വരുന്ന ആ സ്കൂളുകളിലേക്ക് തിങ്കളാഴ്ച ഏതെങ്കിലും ഒരു സ്കൂള്, അങ്ങനെ കുറച്ച് സ്കൂളുകളിൽ ഒരാൾക്ക് കൊടുത്ത് അതായാലും മതിയായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം അവര് അവൈലബിൾ ആക്കിയാലും മതി. പറഞ്ഞു ടീച്ചറെ. അതുപോലെ തന്നെ ടീച്ചറെ, അപ്പൊ ഈ കുട്ടി, ഈ ഇരയായ കുട്ടി 3 മാസത്തോളം നവംബർ മുതലെങ്ങാണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കണയാ. അതിന്റെ ഇടയിൽ പലവട്ടം വീട്ടിൽ പോയി വന്ന കുട്ടിയും കൂടിയാ. പക്ഷെ തുറന്നു പറയാനുള്ള ധൈര്യം അപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇല്ലാണ്ടാകുന്നു എന്നുള്ള വലിയൊരു പ്രശ്നം തന്നെയാ. അന്നേരമേ അത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പം ഇത്രയും ക്രൂരത കുഞ്ഞ് അനുഭവിക്കേണ്ട വരില്ലായിരുന്നു. അങ്ങനെ ഒരു ഇതിലോട്ട് എത്തൂലായിരുന്നു ശരിക്കും. അന്ന് ഈ കൗൺസിലിംഗ് കൊടുത്തിട്ട് നമുക്ക് അവരെ ഇങ്ങോട്ട് മാറ്റിയെടുക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം. അത് നമ്മുടെ പേരന്റിങ്ങിലെ വിഷയമുണ്ട്. നമ്മുടെ സാഹചര്യങ്ങൾ അറിഞ്ഞ് കുഞ്ഞുങ്ങളെ വളർത്തണമെന്ന് പറയും. നമ്മുടെ സാഹചര്യങ്ങൾ കുട്ടികളെ അറിയിച്ച് തന്നെ വളർത്തണം. പക്ഷെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങളെ അറിയിച്ച് വളർത്തുമ്പോഴും ഇനി എന്ത് പ്രശ്നം വന്നാലും നിന്റെ ജീവനാണ് ഞങ്ങൾക്ക് വലുത്, നീ എങ്ങനെയെങ്കിലും അതങ്ങ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് വാ എന്ന് പറയുന്നതിൻ്റെയോടൊപ്പം നമ്മൾ അതും കൂടെ പറയണം. നിന്റെ ജീവനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വത്ത്. ബാക്കി എന്ത് ഭൗതികപരമായിട്ട് എന്തില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആണോ? പണമില്ല, നമുക്ക് എല്ലാവർക്കും ഒന്ന് നന്നായി കഷ്ടപ്പെട്ടാൽ നമുക്ക് പൈസ ഉണ്ടാക്കാം. അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ പോയാൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ അവസ്ഥ എന്താണ്? ഇതെല്ലാം കുഞ്ഞറിയണം. നമ്മൾ എത്രത്തോളം അവരെ സ്നേഹിക്കുന്നുണ്ട്. തിരിച്ച് അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളുടെ വാർദ്ധക്യത്തിലെ സംരക്ഷണമോ മറ്റോ ഒന്നുമല്ല. അവര് ജീവനോടെ ഉണ്ടാകണം എന്നുള്ള ഒരു കാര്യം മാത്രമേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ. ആണോ? ആരോഗ്യത്തോടെ ജീവനോടെ ഇരിക്കുക, അതാണോ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും. അതെ. നമ്മൾ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. ഒരു കുഞ്ഞുങ്ങളിൽ നിന്ന് നമ്മൾ അമ്മമാര് ഒന്നും പ്രതീക്ഷിക്കരുത്. കാര്യം നമ്മളുടെ പ്രതീക്ഷയെ നിറവേറ്റാനുള്ള ഉപകരണമല്ല അവര്. അവർക്ക് സ്വന്തമായ ജീവിതമുണ്ട്, അവർക്ക് ചിറകുകളുണ്ട്, അവര് പറക്കട്ടെ. നമ്മൾ ഈ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഒരു സമയം കഴിഞ്ഞാൽ എല്ലാത്തിനെയും കൊത്തിപ്പിരിച്ചു വിട്ടിട്ട് അച്ഛനും അമ്മയും അവരുടെ ജീവിതം ജീവിക്കുന്നു, കുട്ടികൾ അവരുടെ ജീവിതം ജീവിക്കുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തരാണ് മനുഷ്യര്. അത് വ്യത്യസ്തത അത് നല്ല കാര്യം തന്നെ. എപ്പോഴും ബന്ധങ്ങൾ വേണം. പക്ഷെ ബന്ധനങ്ങളാകരുത് അല്ലെ? അവർക്ക് പറക്കാനുള്ള അവസരം കൊടുക്കണം. ഒരു ചെറിയ ചരട് നമ്മുടെ കയ്യിൽ ഇരുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് വലിയ വടമായി മാറരുത്. ഒരു ചെറിയൊരു ചരട്, അത് നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു വീഴ്ച വന്നാ ഒന്ന് പിടിക്കാൻ. ടീച്ചർ, സ്കൂളുകളിൽ വേണ്ടിയിട്ട് ഇതുപോലത്തെ ക്ലാസ്സെല്ലാം സംഘടിപ്പിക്കുന്നതാണ് ഒരു മാസത്തിലോ എങ്ങനെ അതെ, തീർച്ചയായിട്ടും പേരന്റിങ്ങിനുള്ള ക്ലാസ്സുകൾ നിർബന്ധമായി കൊടുക്കണം. അപ്പൊ ഇതൊക്കെ നിയമവിധേയമാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിയമവിധേയമാക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആരെങ്കിലും ഒക്കെ അത് കേട്ടങ്ങ് നടപ്പിലാക്കിയെങ്കിൽ എന്ന് ആലോചിച്ചിട്ടുണ്ട്. അതായത് കൃത്യമായി ഒരു സ്കൂളില് പ്രശ്നക്കാരാകുന്ന കുട്ടികളുണ്ട്, ഒന്നിലധികം തവണ അത് പ്രശ്നമാക്കുന്നുണ്ട് എങ്കിൽ ആ കുട്ടിയുടെ പേരന്റ് കൗൺസിലിംഗ് കൊടുത്തേ പറ്റൂ എന്നുള്ള നിയമം വരണം. കൗൺസിലിംഗ് കൊടുക്കണം, എങ്കിൽ മാത്രമേ സ്കൂളിൽ തുടർ പഠനത്തിന് സാധ്യതയുള്ളൂ. അതിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാലേ തുടർ പഠനം നടക്കൂ എന്നത് വരണം. അങ്ങനെ വരുമ്പോ അധ്യാപകർക്ക് ഒരു പിടി കിട്ടും. ആണോ? കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടീച്ചേഴ്സിനെ. എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല എന്ന് തറപ്പിച്ച് ടീച്ചേഴ്സിന് ഒരു ടീച്ചറിനോട് ഒരു ഓർമ്മയുണ്ട്. കുട്ടീനെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്നു. എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല. അങ്ങനത്തെ അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ലഹരിയുടെ ഉപയോഗം ഉണ്ടായിപ്പോയ ഒരു കുട്ടികൾ, ചെറിയ രീതിയിലുള്ള, വലിയ രീതിയിലുള്ളതല്ല, ഒരു തുടക്കത്തിനുള്ള ശ്രമം വന്നപ്പോഴേ നമ്മളത് കണ്ടുപിടിച്ച് രക്ഷിതാവിനെ അറിയിക്കുമ്പോൾ അങ്ങനെയല്ല, പിന്നെ അത് ജാതീയമായി. ടീച്ചർ അതുകൊണ്ടാണ് പറയുന്നത്, ഇതുകൊണ്ട് നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് അവര് പറഞ്ഞത്.
അപ്പം ജാതീയപരമായ സംസാരങ്ങൾ പോലും അവിടെ ഉണ്ടായി. നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ ഞാനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതേ രക്ഷിതാവ് ഒരു സമയത്ത് തിരിച്ചു വന്ന് ടീച്ചറായിരുന്നു ശരി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോയി. ഒരു കുട്ടി ഒരു ദിവസം വന്നില്ലെങ്കിൽ നിർബന്ധമായി എന്നെ അറിയിക്കണം. അത് സ്കൂൾ ടൈമിന് മുമ്പ് അറിയിക്കണം. വൈകിട്ട് ടീച്ചറെ ഇന്നത് കൊണ്ടാവാൻ വരാനെന്ന് പറയാൻ ഞാൻ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് ഹൈസ്കൂളിൽ ആ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിലേക്ക് എത്താതെ പോയതാണെങ്കിൽ അത്രയും സമയം മതി അവനെ നമുക്ക് കൈവിട്ടു പോവാനാണോ, അവനോ അവളോ, അത്രയും സമയം മതി. അപ്പൊ അതുകൊണ്ട് ഞാൻ നിർബന്ധമായി പറയും, തലേന്നേ പറയുക, അല്ലെങ്കിൽ പിറ്റേന്നത്തെ കാര്യമാണെങ്കിൽ 10 മണിക്ക് മുമ്പായിട്ട് എനിക്ക് മെസ്സേജ്, വോയിസ് മെസ്സേജ്, രക്ഷിതാക്കളുടെ മെസ്സേജ് അല്ലെങ്കിൽ കോൾ ചെയ്ത് പറയണം. അപ്പൊ അത് ഞാൻ വിളിക്കും എന്നുള്ള പേടി കാരണം ഇവർക്ക് ഒന്നും ചെയ്യാനാകില്ല. അതുപോലെ നമ്മളുടെ ആനുവൽ ഡേയ്സിനാണ് കുട്ടികൾ കൂടുതലും കട്ട് ചെയ്ത് പുറത്തു പോകും, ആരും കണ്ടുപിടിക്കില്ല. അപ്പൊ ആനുവൽ ഡേയ്സിന് വരുന്ന കുട്ടികളുടെ പേരൻസ് കൃത്യമായിട്ട് എന്നെ അറിയിക്കണം, വരാത്തവരുടെ അറിയിക്കണം. അതിന്റെ ലിസ്റ്റ് ഞാൻ ഗ്രൂപ്പിൽ ഇടും. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ ഒരു ക്ലാസ്സിലേക്ക് എത്തിച്ച് അറ്റൻഡൻസ് ഇട്ട് ആ അറ്റൻഡൻസ് കൃത്യമായി ഞാൻ പേരൻസിന് അയച്ചു കൊടുക്കുമായിരുന്നു. ഇത്രയും പേരാണ് വന്നത്. അതായത് അവർ ഒരു തരത്തിലും നമ്മുടെ കയ്യിൽ നിന്ന് പോകരുത്. നമ്മൾ ഒരുപാട് സ്ട്രെസ്ഡ് ആവുന്നുണ്ട് അവിടെ. ഇത്രയും പ്രവർത്തനങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ആവും. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാവും. ആനിവേഴ്സറിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ അറ്റൻഡൻസ് ഇടും, വരുന്നവരിടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഇവര് പലരും ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ അധ്യാപകരാണെങ്കിൽ അവര് ചിലപ്പോ തിരക്കിന്റെ ഇടയിലൊക്കെ പോയിട്ട് അവർ ചെയ്യൂല. അതുകൊണ്ട് അതൊക്കെ പിള്ളേർക്ക് ഒരു പിന്നെ ഇത് തന്നെയാണ് ഇത്. അതെ, ഈ ലഹരി ഉപയോഗം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നത് ടീച്ചറുടെ കണ്ണ് തപ്പുന്നത് ആനുവൽ ഡേയ്സിന്, വാർഷികത്തിനും ഒക്കെയുള്ള ചെറിയ ആ ആഘോഷത്തിന്റെ ഇടയ്ക്കാണ്. അതൊക്കെ നമ്മൾ അത്രയും പിന്നെ എന്ന് വെച്ച് നമുക്ക് വാർഷികം നടത്താതിരിക്കാൻ പറ്റില്ല, പിന്നെ ഈ പറയുന്ന പോലെ കലോത്സവങ്ങൾ നടത്താതിരിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത്, ആരുടെയും കുറ്റമല്ല. പക്ഷെ അത് നമ്മൾ സുരക്ഷിതമാക്കി നമ്മുടെ മക്കളെ വെക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. ഇതൊന്നും വേണ്ട, നല്ല എല്ലാം വേണം, അതിൽ സുരക്ഷിതത്വം കൂടി ഉറപ്പാക്കണം. എൻ്റെ പിള്ളേരല്ലല്ലോ എന്നുള്ള ചിന്തയുള്ള ഒരുപാട് പേരെ ഞാനും കണ്ടിട്ടുണ്ട്. ഞാനൊന്നും ഒരു പ്രോഗ്രാമും കണ്ടിട്ടില്ല. ഞാനൊക്കെ പ്രോഗ്രാമിന്റെ സമയത്ത് മൊത്തവും പിന്നെ ഏറ്റവും താഴെയിലെ സെക്യൂരിറ്റി പോലെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ പേടിയൊന്നുമില്ല. പോയ സ്ഥലത്ത് പ്രദേശത്തുള്ള എല്ലാ ആളുകളുമായിട്ടും പെട്ടെന്ന് കൂട്ടായി. നമ്മൾ ആ പരിസരത്തുള്ള, നിങ്ങളോട് അല്ലാതെ പറയാണ്, നമ്മളിപ്പോ ഒരു സ്കൂളിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ശാന്തരാണ്, അടക്കം ഒതുക്കമുള്ളവരാണ്, തറയെ നോക്കിയേ നടക്കൂ എന്നുള്ള മൈൻഡ് ഒന്നും നമുക്ക് വേണ്ട. അങ്ങനെയുള്ള അഭിപ്രായം അല്ല നമുക്ക് വേണ്ടത്. വളരെ ഒതുക്കമുള്ളവർക്ക് പറ്റിയ സ്ഥലമേ അല്ല ഈ അധ്യാപനം അല്ലെങ്കിൽ സ്കൂളുകൾ എന്ന് പറയുന്നത്. നമ്മൾ അവിടെയുള്ള പ്രദേശത്തുള്ള എല്ലാവരുമായിട്ട് സംസാരിക്കണം, അവരുമായിട്ട് നല്ല ബോണ്ട് ഉണ്ടാക്കണം. പിന്നെ കുട്ടികൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം, പ്രത്യേകിച്ച് ഓട്ടോ ഡ്രൈവേഴ്സ്, പിന്നെ അതുപോലെ നമ്മുടെ സ്കൂളിന്റെ അടുത്തുള്ള കടക്കാർ, ചെറിയ കടയൊക്കെ കാണാം, ആ കടയിലെ ആളുകൾ, ഇവരുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കണം. അവരുടെ നമ്പേഴ്സ് നമ്മുടെ കയ്യിൽ വേണം. വലിയ സ്കൂളുകളൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് UP സ്കൂളുകൾ തൊട്ട് അങ്ങോട്ടാണെങ്കിൽ, LP ആണെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ പൊടി കുഞ്ഞുങ്ങളായിട്ട് കൊണ്ടുവന്ന് ഇറക്കി തിരിച്ചു കൊണ്ടുപോവാണ്. എന്നാൽ പോലും ഈ ബന്ധങ്ങൾ നിലനിർത്താൻ നമുക്ക് പറ്റണം. അപ്പൊ ഞാൻ വർക്ക് ചെയ്തെടുത്ത് ഒരു 2 വർഷത്തോളം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഇപ്പോഴും അവിടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോൾ പെട്ടെന്ന് ആള് കൂടും, പെട്ടെന്ന് വരും, ടീച്ചറെ എവിടെയാ എന്താ എന്നുള്ള ചോദ്യം വരും. അവർക്ക് അറിയാം. അപ്പൊ ഞാൻ ആ ബന്ധം ഉണ്ടാക്കാൻ കാരണം ഈ ഇത് തന്നെയാണ്. കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ നമ്മൾ അറിയണം, കോണ്ടാക്ട് ചെയ്യണം. അതിന്റെ ഗുണം ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പം പിന്നെ ടീച്ചറെ, മുന്താസ് ടീച്ചറെ, ഏത് ചോദ്യം വന്നാലും റാഗിങ്ങിന്റെ ചോദ്യമൊക്കെ ടീച്ചറിന്റെ ഈ ഒരു ഇത് വെച്ചിട്ടുണ്ടല്ലോ, മനസ്സിലാക്കും എന്നുള്ളത് വെക്കുമ്പോൾ അതും നമുക്ക് പ്രതീക്ഷിക്കാം, എന്തും പ്രതീക്ഷിക്കാം. LP ലെവലാന്നുള്ള രീതിയിൽ നമുക്ക് കാണണ്ട. എന്നോട് ചോദിച്ചിരുന്ന LP ലെവലിലെ ചോദ്യം അല്ലായിരുന്നു. അപ്പൊ അതുപോലെ അപ്പം ടീച്ചർ എഴുതിയ മറ്റൊരു കാര്യം ദൗർബല്യം, അമിത ചിന്ത അല്ലേ? അമിത ചിന്ത ദൗർബല്യമാണെന്ന് ടീച്ചറിന് അറിയാം. അതിനെ പരിഹരിക്കാനാകുമോ? അത് ദൗർബല്യമായിട്ടാണ് ടീച്ചർ എഴുതിയിരിക്കുന്നത്. അതിന് ഗുണമുണ്ടോ ദോഷമാണോ? അതിനെ പരിഹരിക്കാമോ? ചില സമയത്ത് അതൊരു ഗുണം തന്നെയാണ്. പിന്നെ അതിലേക്ക് വന്നത്, അതായത് പഠനത്തിന് എനിക്കതൊരു ഗുണമാണ്. പലപ്പോഴും കേട്ടത് ഇപ്പൊ അമിത ചിന്തയിൽ നിന്ന് മാറാൻ പഠനത്തിലേക്ക് വന്നു എന്നതാണ് ആദ്യത്തെ പടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് കേട്ടിട്ട് പിന്നെ ഈ നമ്മുടെ LP UPയുടെ എക്സാം, അതിനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട്, കാരണം
എപ്പോഴും നമുക്ക് ആ ഒരു ചിന്തയാണ്, അത് കഴിഞ്ഞിട്ടില്ലല്ലോ, ഇത് കഴിഞ്ഞിട്ടില്ലല്ലോ, ആ പഠിച്ചത്. അപ്പൊ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് ആ ഒരു ചിന്ത നിലനിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഇവിടം വരെ എന്നെ എത്തിച്ചു എന്നത് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ചില സമയത്ത് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനെ റിക്കവർ ചെയ്യാനായിട്ട് പിന്നെ കുഞ്ഞുങ്ങളോടൊപ്പം റൂമില് വാതിലടിച്ചിരുന്നിട്ട് അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കും. പാട്ടൊക്കെ വെച്ചിട്ട് ചുമ്മാ അങ്ങനെ ഡാൻസ് കളിക്കുന്ന പോലെ അവരും കൂടെ. അപ്പൊ അങ്ങനെ ഒരു ഇത്. അപ്പൊ ഗുണവും ഉണ്ട് അതിന്, ദോഷവും ഉണ്ട്. പഠനം തിരഞ്ഞെടുത്തു എന്നതാണ് അതിനെ മറികടക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത വഴി. അപ്പൊ ഈ അമിത ചിന്തയെ നിയന്ത്രിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന്? കുഞ്ഞുങ്ങളുമായിട്ട് സമയം ചെലവഴിച്ചു, പിന്നെ പുറത്തേക്ക് നമ്മൾ യാത്ര പോകാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറച്ചു നേരം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാം, കുഞ്ഞുങ്ങളെയും ഹസ്ബൻഡിനെയും കൂടിയിട്ട് കുറച്ചു നേരം അങ്ങനെ ചെലവഴിച്ചിട്ടുണ്ട്. പിന്നെ ചില ഓക്കെ, ഞാൻ വേഗം പറഞ്ഞു നിർത്താണ്, കാരണം എന്റെ ലോകം തിരിച്ചു വരാനായി. ഓക്കെ, മോനിപ്പോ വരും. മോനും എന്റെ വലിയ മോനും ഹസ്ബൻഡും കൂടെ ഇപ്പൊ വരും. ഒരു മോനാട്ടോ. ഓക്കെ, അപ്പൊ അമിത ചിന്തയെ നമുക്ക് അമിത ചിന്തയെ രണ്ടായി പറയാം. ഒന്ന് പോസിറ്റീവ് തോട്ട്സിന്റെ അധികമായ ചിന്തയും ഉണ്ട്, നെഗറ്റീവ് തോട്ട്സിന്റെ അധികമായ ചിന്തയുണ്ട്. ഇത് ശാസ്ത്രീയപരമായിട്ട് തന്നെ, മനഃശാസ്ത്രപരമായി തന്നെ പറഞ്ഞ കാര്യമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മുടെ ചിന്ത എത്തരത്തിലുള്ളതാണ് എന്ന് വിശകലനം ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. അമിത ചിന്ത പോസിറ്റീവ് ആണെങ്കിൽ അത് ഉറപ്പായും ഒരു വ്യക്തിയുടെ ഉയർച്ചയെ സഹായിക്കും. ഇപ്പൊ മുന്താസ് ടീച്ചർ പറഞ്ഞ LP UP പരീക്ഷയുടെ കാര്യം, അത് എനിക്കത് നേടണം എന്നുള്ള ചിന്തയാണ് വന്നതെങ്കിൽ അത് പോസിറ്റീവാണ്. അയ്യോ ഞാനിതൊന്നും ആയില്ല, എന്നെ കൊണ്ട് പറ്റുമോ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആണ്, അല്ലെ? അപ്പൊ ആ നെഗറ്റീവ് തോട്ട് ആണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തോട്ടുകളെ ഒന്ന് പ്രോസസ് ചെയ്ത് അത് നെഗറ്റീവോ പോസിറ്റീവോ എന്ന് കണ്ടെത്തുകയാണ് ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ ആ ചിന്തയുടെ റീസൺ കണ്ടെത്തണം. എന്തുകൊണ്ടാണ് ആ നെഗറ്റീവ് തോട്ട് വരുന്നത്? അതിന് കൃത്യമായ കാരണം ഉണ്ടാകും. നമ്മൾ ജോലി ചെയ്യാത്തതുകൊണ്ടായിരിക്കും ഇപ്പൊ കിട്ടുമോ എന്നുള്ളത് വരുന്നത് നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. നമ്മൾ വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഭയം കൂടുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? കൂടുതൽ സമയം എന്നെ കൊണ്ട് ഇത് കഴിയുമെന്ന് തിരിച്ച് ചിന്തിപ്പിക്കാം. ചിന്തയെ പ്രോസസ് ചെയ്തിട്ട് ആ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യത്തെ നമ്മൾ തിരിച്ച് ചിന്തിപ്പിക്കണം. ആ തരത്തിൽ നമ്മൾ ആദ്യം പ്രവർത്തിക്കണം. ആത്മവിശ്വാസത്തോടെ തിരിച്ച് ചിന്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആത്മവിശ്വാസം ഉണ്ടാവും, ചിന്തയെ നമുക്ക് കൺട്രോൾ ചെയ്യാനാകും. പിന്നെ ചെയ്യാൻ കഴിയുക, ചിന്തയെ ഡൈവേർട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് ടീച്ചർ പറഞ്ഞതുപോലെ, മുന്താസ് ടീച്ചർ ചെയ്തതുപോലെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനാകും. ആ സമയം നമ്മൾ കാമാവും. പിന്നെ ബ്രീത്തിങ് എക്സസൈസ്, ഇതൊക്കെ അങ്ങനെയുള്ള മെഡിറ്റേഷനും ബ്രീത്തിങ് എക്സസൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തയെ നിയന്ത്രിക്കാനായിട്ട്, അമിത ചിന്തയെ നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കാം. അമിത ചിന്തയെ നമ്മൾ പോസിറ്റീവ് ആക്കാനായിട്ട് ശ്രമിക്കലാണ് നമ്മൾ മറ്റേ തിരിച്ചു ചിന്തിക്കുക എന്ന് പറയുന്നതിലൂടെ ചെയ്തത്. അങ്ങനെ ആ ഒരു പ്രാക്ടീസിലൂടെ നമ്മൾ പോസിറ്റീവ് ചിന്തയെ ഊട്ടിയുറപ്പിക്കാനും നമുക്ക് പറ്റും. അപ്പൊ ആ രീതിയിലൊക്കെ ഇതിനെ ഒന്നുകൂടി പറയാം. എന്തെങ്കിലുമൊക്കെ കിട്ടിയോ ഇന്ന്? കിട്ടി, സമാധാനായി. അതെ, ടെൻഷൻ കുറഞ്ഞോ? ഭയങ്കര ടെൻഷനായിരുന്നു. കൊറേ പോയിന്റ്സ് ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഓക്കെ ആയി കേട്ടോ. ആദ്യം വന്നപ്പോ ഇങ്ങനെ ബ്രീത്ത് ചെയ്യുന്നു. ടെൻഷൻ ഒന്നും ടീച്ചർ, ഈ കുഞ്ഞുങ്ങളിൽ ഇങ്ങനെ വരികയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റണേ? കുട്ടികൾ എന്നോട് അത് ചോദിച്ചിരുന്നു. അപ്പൊ കുട്ടികൾ ഇങ്ങനെ സമീപിക്കുകയാണെങ്കിൽ ഈ സ്റ്റെപ്പുകളാണ് ചെയ്യേണ്ടത്. മോടെ ചിന്തയിൽ എന്താണ് ആദ്യം വരുന്നത് എന്നത് എഴുതി വെക്കാൻ പറയാം കുട്ടികളോട്. ഇന്ന് ചിന്തിച്ച കാര്യങ്ങൾ, വിഷമിപ്പിച്ച കാര്യങ്ങൾ എഴുതി വെക്കാൻ പറയാം. അത് സ്ഥിരം ഒരു 2-3 ദിവസം ആകുമ്പോഴേ നമുക്കറിയാൻ പറ്റും ഏത് ചിന്തയാണ് കുട്ടിയെ കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതിന്റെ റീസൺ ആണ് നമ്മൾ പിന്നെ കണ്ടെത്തേണ്ടത്. ചിലപ്പോൾ അച്ഛൻ അടിക്കോ എന്നുള്ളതാണെങ്കിൽ റീസൺ അച്ഛൻ അടിക്കാറുണ്ട് എന്നുള്ളതല്ലേ. ഉപദ്രവിക്കാറുണ്ട് അല്ലെങ്കിൽ അടിക്കാറുണ്ട്, അത് നന്മയെ കരുതി ആണെങ്കിൽ പോലും അത് കുട്ടിയെ ഹർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത് തടയാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം. രക്ഷിതാവിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കണം. അപ്പം ആദ്യം കൃത്യമായി കുട്ടിയെ കൊണ്ട് എഴുതാൻ പറ്റുന്ന കുട്ടിയാണെങ്കിൽ എഴുതിപ്പിക്കുക, അല്ലെങ്കിൽ ഓരോ ദിവസവും ചോദിച്ച് മനസ്സിലാക്കുക ചെറിയ കുട്ടികളാണെങ്കിൽ. അപ്പൊ അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിന് എതിർ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി കൊടുക്കുക. പിന്നെ കുഞ്ഞു കുട്ടികളാകുമ്പോൾ നമുക്ക് അവിടെ കുട്ടികൾക്ക് ഒറ്റയ്ക്ക് ഇതിൽ നിന്ന് പുറത്തു വരാനാകില്ല, രക്ഷിതാവിന്റെ സഹായം കൂടി വേണ്ടിവരും. അപ്പൊ അവരെയും കൂടി ഇരുത്തി
അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതൊരിക്കലും ആദ്യം കുട്ടിയുടെ മുമ്പിലേക്ക് അമ്മയെ കൊണ്ടുവന്നോ അച്ഛനെ കൊണ്ടുവന്നോ സംസാരിക്കരുത്. ടീച്ചറും രക്ഷിതാവും മാത്രമായി ഇരുന്ന് സംസാരിച്ച് കുട്ടി ഇന്ന പ്രശ്നങ്ങളിലൂടെ പോകുന്നുണ്ട്, ഇവളുടെ ചിന്ത ഇതാണ്, പ്രശ്നം ഇതാണെന്ന് പറഞ്ഞു കൊടുക്കുക. അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യമായി കുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം രക്ഷിതാവിന് ടീച്ചർ പറഞ്ഞു കൊടുക്കണം. അതനുസരിച്ച് രക്ഷിതാവ് വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ അത് ഓക്കെ ആവും. അവരൊന്നുകൂടി ചിന്തിക്കും. പിന്നെ അമ്മയും കുഞ്ഞും അല്ലെങ്കിൽ അച്ഛനും കുഞ്ഞും അവരുടെ കുടുംബവുമായിട്ടുള്ള അടുപ്പം ഊട്ടിയുറപ്പിക്കാനുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും കുട്ടിക്ക് ആ ഒരു സുരക്ഷിതത്വം കൊടുക്കുകയും ഒക്കെ വേണം. അപ്പൊ ഇങ്ങനെ താൻ അവിടെ സേഫ് ആണെന്നുള്ള ചിന്ത വരുമ്പോഴേ അവരുടെ പ്രശ്നങ്ങൾ കുറെ മാറിക്കോളും. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ പ്രോസസ്സുകൾ തന്നെയാണ്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവസരം കൊടുക്കുക. എന്റെ വീട്ടിലെ പോലെ ഒരു വലിയ കൊച്ചു അവിടെ ഉണ്ടല്ലോ മുംതാസ് ടീച്ചറെ, ആണോ? എന്റെ വീട്ടിലെ പോലെ ഒരു വലിയ കൊച്ചു ഇടയ്ക്കിടയ്ക്ക് വരുന്നോ? ഇടയ്ക്ക് ഒരു കള്ളച്ചിരിയൊക്കെ വരുന്നു ആന്നല്ലേ? നോക്കിട്ട് പോവാ. ഓക്കെ, ശരി. അവർക്ക് ടെൻഷനാന്ന് തോന്നുന്നു. അവർക്ക് അതിലും വലിയ ടെൻഷനാ. നാളെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടാണോ പോകുന്നത്? ഇല്ല, കുഞ്ഞുങ്ങളെ ചെറുതുങ്ങളെ വീട്ടിലാക്കണം, മറ്റവര് സ്കൂളിൽ പോയിക്കോളും. അല്ലെങ്കിൽ പിന്നെ രാവിലെ ഞാൻ പോണത് കാണുമ്പോ ആ സമയത്ത് ഒച്ച ഉണ്ടാക്കൽ തുടങ്ങും. അപ്പൊ പിന്നെ വീണ്ടും ടെൻഷനാവും. അപ്പൊ ആ പോണ വഴി കുറച്ചു നേരം കാറിലിരിക്കുമ്പോഴത്തേക്കിനും ഒരു സമാധാനം കിട്ടും. അപ്പൊ പിന്നെ ഉമ്മച്ചിയുടെ ഇടയ്ക്ക് ആക്കിയിട്ട് ആ വഴി അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഇറക്കുമ്പോ കുഴപ്പമില്ലല്ലോ അല്ലെ? അവർക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടമായിരിക്കും. അവിടെ അതല്ല, കുറച്ചു നേരം ഇങ്ങനെ വണ്ടിയിൽ പോയി കഴിയുമ്പോഴത്തേക്കിനും ആ ഒരു ഇത് മാറും. അപ്പൊ പിന്നെ അവിടെ ഉമ്മച്ചിടത്ത് നിന്നിട്ട് പിന്നെ അങ്ങനെ പോവാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അല്ലെ പിന്നെ രണ്ടുപേരായത് കാരണേ അവിടെ ചെന്നാലും നമുക്ക് ബുദ്ധിമുട്ടാ. എറണാകുളത്ത് പോയി നിന്ന് പിന്നെ നമ്മൾ കഴിയണവരെയൊക്കെ നിൽക്കണ്ടേ. അപ്പൊ ഒരാളാ ഹസ്ബൻഡിന് പിന്നെ അതൊരു ബുദ്ധിമുട്ടാവും. അതെ, സന്തോഷമായിട്ട് പോയിട്ട് വാ. ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് പാതിരാത്രി ആണെങ്കിലും വിളിക്കുക, ചോദിക്കുക കേട്ടോ. എന്നെ മാത്രമല്ല, ഗ്രൂപ്പിലുള്ള എല്ലാരെയും ശല്യം ചെയ്തു. എല്ലാരും കൂടെ കാണാം. പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്ത ടീച്ചറെ. തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ലതേ വരുമെന്ന്. ഞാൻ അങ്ങനെ ഒരിടത്ത് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാറില്ല, നിങ്ങൾക്കത് അറിയാം. ഞാൻ ഉദ്ദേശിച്ചാലും കൂടുതൽ എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കാൻ പറ്റി ക്ലാസ് കൊണ്ട്. ടെൻഷൻ വേണ്ട, അടിപൊളിയായിട്ടാണ് വോയിസുകൾ മിക്കവാറും ഇടാറ്. ആ രീതിയിൽ അങ്ങ് പറഞ്ഞു പോയാൽ മതി കേട്ടോ. മിടുക്കിയാണ്, അത് വിശ്വസിച്ചങ്ങ് പോ. അപ്പൊ ശരി, ഓക്കെ. അപ്പൊ എല്ലാവർക്കും ബൈ. പുതിയ ആളുകൾക്കും എല്ലാം ബൈ. നമുക്ക് പരിചയപ്പെടാം, വഴിയെ പരിചയപ്പെടാം. സമയം കുറച്ചൊന്ന് അതിക്രമിച്ചു, അതാണ്. ഓക്കെ.